അപ്പൊ ഇതിൽ എഴുതിയിരിക്കുന്നത് കാണാം, പരരക്ഷ. അല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്ററിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പരരക്ഷ എന്നാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിന് പേര് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ പരനെ രക്ഷിക്കുക. മറ്റൊരാളെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ രക്ഷിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ള കുറച്ച് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, അതാണ് ഇതിൽ പറയുന്നത്. ഇതെന്താണ്? പ്രീ ഹോസ്പിറ്റൽ എമർജൻസി കെയർ. പ്രീ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന് പുറത്ത് വെച്ച് സംഭവിക്കുന്നത്. എമർജൻസി എന്ന് പറഞ്ഞാൽ ഒരു അത്യാഹിതമായിട്ടുള്ള സാഹചര്യം. കെയർ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് രീതിയിലാണ് നമ്മൾ ഒരു വ്യക്തിയെ സഹായിക്കേണ്ടത്, അതാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അപ്പോൾ കുറച്ച് എമർജൻസി സിറ്റുവേഷൻസ് നിങ്ങൾക്ക് കാണാം. കുറച്ച് ഈ ഒരു മാസത്തിനുള്ളിലൊക്കെ വന്നിട്ടുള്ള, അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ വന്നിട്ടുള്ള പത്രവാർത്തകളാണ്. ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. അപ്പൊ ഇതിൽ കാണാം നമുക്ക് നേരത്തെ ഹരിദാസൻ പറഞ്ഞ പോലെ തന്നെ കുഴഞ്ഞു വീഴലുണ്ട്, ഇലക്ട്രിക് ഷോക്ക് ഉണ്ട്, തിരക്കിൽപ്പെട്ട് മരണപ്പെട്ട അങ്ങനത്തെ കാര്യങ്ങൾ കാണാം. അപ്പോൾ പൂരപ്പറമ്പിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് തിരക്ക്. അതേപോലെ ഒരു ആക്സിഡന്റ്, ലോറി ഇടിച്ച് മരിച്ചു എന്നൊക്കെ പറയുന്ന വാർത്തകൾ കാണാം. എന്താണെങ്കിലും ഇത്തരം വാർത്തകളൊക്കെ മരണ വാർത്തകളാണ്. ഞാൻ ചരമകോളത്ത് നിന്ന് എടുത്തിട്ടുള്ള വാർത്തകളാണ് ഇതെല്ലാം. അതിന്റെ അർത്ഥം ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്ന അത്യാഹിതമായ എല്ലാ ഘട്ടങ്ങളും മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള കാരണങ്ങളാണ്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ഒരു മരണം എന്ന് പറയുന്ന അതിഭീകരമായ ഒരു കാര്യം നമുക്ക് സാധാരണക്കാരായി നമ്മളെ പോലുള്ളവർ വിചാരിച്ച ഒരു പക്ഷേ ഒഴിവാക്കാൻ സാധിച്ചേക്കും. അപ്പൊ അതിന് ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും അക്വയർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു അത്യാഹിത കാര്യമാണ്, അത്യാഹിതമായ ഒരു സംഭവമാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകും. അപ്പൊ അത് അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. പിന്നെ എന്താണോ അത്യാഹിതം സംഭവിച്ചിരിക്കുന്നത് അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏറ്റവും യോജിച്ച രീതിയിലുള്ള സഹായ പ്രവർത്തനങ്ങൾ എന്താണോ അത് ചെയ്യാനും അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ അക്കോർഡിംഗ്ലി ആക്ട് ചെയ്യാൻ തിരിച്ചറിവ് ഉണ്ടാവണം. ഇത് ഒരു അല്പം ബയോളജി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന എന്താണ്? ബ്ലഡ്. എന്തിനാണ് ഈ ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്? ആ ബ്ലഡിൽ ഓക്സിജൻ, ആ ബ്ലഡിലാണ് ഓക്സിജൻ ഉള്ളത്. അപ്പൊ ആ ഓക്സിജൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ബ്ലഡ് ഇങ്ങനെ ഒഴുകിയെല്ലാം നമ്മുടെ അവയവങ്ങളിലേക്കും ഒക്കെ എത്തിക്കുന്നത്. ഈ ബ്ലഡിന്റെ ഒഴുക്കം ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ബ്ലോക്ക് വന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യുമ്പോഴാണ് ആ ഭാഗത്തിനൊരു കേട്, ഏതെങ്കിലും തരത്തിലുള്ള കേട് സംഭവിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കേട് അല്ലെങ്കിൽ ഓക്സിജന്റെ കുറവ് നമ്മുടെ ബ്രെയിനിൽ സംഭവിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളെ ഇങ്ങനെ ഉണർന്ന് നിങ്ങളിപ്പോൾ ക്ലാസ് ഒക്കെ കേൾക്കാൻ പാകത്തിന് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ ബ്രെയിനിലേക്ക് നല്ല രീതിയിലുള്ള രക്തോട്ടം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ബ്രെയിനിലേക്കുള്ള രക്തോട്ടം നിലച്ചു കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളാണ് പലതും നമ്മൾ ഈ കുഴഞ്ഞു വീണു, തലകറങ്ങി വീണു എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഈ കുഴഞ്ഞു വീഴലും തലകറങ്ങി വീഴലും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മൾ ഈ വാർത്തയിൽ കാണുന്നത്. അത് ഞാൻ വഴിയെ പറയാം. എന്തായെങ്കിലും നമുക്കൊരു ബോധം പോകുന്ന അവസ്ഥ വിളിച്ചാൽ മിണ്ടും എന്നൊക്കെ ഉണ്ടെങ്കിൽ അധികം പേടിക്കാനില്ല. പക്ഷെ നമ്മൾ ആളെ വിളിച്ചിട്ടും മിണ്ടുന്നില്ല, റെസ്പോൺസ് ഇല്ല, അൺറെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ ഇത് വളരെ ഡേഞ്ചറസ് ആണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം. വിളിച്ചാൽ മിണ്ടാത്തൊരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അലേർട്ട് ആയിരിക്കേണ്ടത്. ഇതേതാ സിനിമ മനസ്സിലായോ? ഇതേതാ സീനെന്ന് ഓർമ്മ ഉണ്ടോ? ഓർക്കുണ്ടോ? എന്താ ഉണ്ടായ ആ സീനിൽ? എന്താ സംഭവിച്ചത്? അറ്റാക്ക് വന്നിട്ട് വീണു, ആ സാറ് മരിച്ചു. ഇതാണ് ഉണ്ടായത്. നമുക്ക് നല്ല തമാശയായിരുന്നു സത്യത്തിൽ ആ സീൻ അവിടെ കണ്ടത്. അപ്പൊ ഒരാളിങ്ങനെ നിപ്പിട്ടും എന്നും പറഞ്ഞ് വീണങ്ങോട്ട് മരിക്കുക എന്ന് പറയുന്നത് നടക്കുവോ? ശരിക്ക് നടക്കാം അല്ലേ? അത് ശരിക്കും ഉണ്ടായിരുന്നു കണ്ടാലോ? ഒരു ആരോഗ്യമുള്ള വ്യക്തികളാണ് ഇതിൽ കാണുന്ന എല്ലാവരും, കളിക്കുന്നവരാണ്, അപ്പൊ ആരോഗ്യമൊക്കെ നോക്കുന്നവരാണെന്ന് അർത്ഥം. പ്രായമുള്ള ഒരുപാട് വയസ്സായവരൊന്നും അല്ല, മധ്യവയസ്കരാണ്. ശരിക്കും സംഭവിച്ചതാ, സിനിമയിലെ സീൻ പോലെ അല്ല, ശരിക്കും ഉണ്ടായൊരു കാര്യമാണ്. എന്നിട്ട് എന്താ അവർ ചെയ്തതെന്ന് കണ്ടോ? കൈയൊക്കെ പിടിച്ച് വലിച്ചോണ്ട് പോയി.
ശരിക്കും ഇങ്ങനെ കൈപിടിച്ച് വലിച്ചോണ്ട് പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടായില്ല. അവർ ചിലപ്പോൾ വല്ല വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാനായിരിക്കും അങ്ങനെ കൈപിടിച്ച് വലിച്ചോണ്ട് പോയത്. എന്താണെങ്കിലും ഇദ്ദേഹം മരിച്ചു. ഞങ്ങൾ ശരിക്കും ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്നൊക്കെ ഇങ്ങനെ അവരോട് ചോദിച്ചപ്പോൾ അതിലൊരു കുട്ടി വന്ന് മൈക്ക് എടുത്തിട്ട് പറഞ്ഞു, ഇതിനകത്ത് കാണിച്ച ഈ മരിച്ചുപോയ വ്യക്തി ആ കുട്ടിയുടെ റിലേറ്റീവ് ആയിരുന്നു. അവർക്കെല്ലാം വളരെ ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഒരു അസുഖവും മുൻപ് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന, ആരോഗ്യം സംരക്ഷിക്കുന്ന വ്യക്തി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയാണ് സംഭവിച്ചത്. അപ്പോൾ ഇതാണ് ഈ കുഴഞ്ഞു വീണ് മരണം എന്നുള്ളതിൻ്റെ വളരെ ഭയാനകമായൊരു അവസ്ഥ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇത്തരത്തിൽ കുഴഞ്ഞു വീഴുമ്പോൾ ഈ കൈപിടിച്ച് വലിക്കുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? ശരിക്കും എന്താ ചെയ്യേണ്ടിയിരുന്നത്? കുറച്ച് പേരൊക്കെ മുദ്രയൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ ആയതുകൊണ്ട് മുദ്രകൾ കൂടുതൽ പ്രതീക്ഷിക്കണം. അപ്പോൾ ശരിക്കും സംഭവിച്ചത് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ ചിലര് ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ നേരത്തെ ഇവിടെ പറഞ്ഞു. ഹാർട്ട് അറ്റാക്കിനൊക്കെ കുറച്ചും കൂടെ വ്യക്തമായ ഒരു വാക്ക് എന്ന് പറയുന്നത് കാർഡിയാക് അറസ്റ്റ് ആണ്. കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ട് നിന്നു, പെട്ടെന്ന് അങ്ങോട്ട് നിന്നു. പ്രത്യേകിച്ച് ഇപ്പൊ ആ ആള് കുഴഞ്ഞു വീഴുന്നതിന് മുമ്പ് എന്തെങ്കിലും ആൾക്ക് ഇപ്പൊ തലവേദന എടുക്കണ പോലെ, നെഞ്ചുവേദന എടുക്കണ പോലെ എന്തെങ്കിലും കാണിച്ചു, ഒന്നും ഉണ്ടായില്ലല്ലോ. നിന്ന നിപ്പിൽ കുഴഞ്ഞു വീഴുകയല്ലേ ചെയ്തത്. അതാണ് ഈ കാർഡിയാക് അറസ്റ്റിന്റെ ഭയാനകമായ അവസ്ഥ. അതായത് നിന്ന നിപ്പിൽ വീഴും, നിന്ന നിപ്പിൽ ഹാർട്ട് അങ്ങോട്ട് പ്രവർത്തനം നിർത്തും. ഹാർട്ട് പ്രവർത്തനം നിർത്തുമ്പോൾ എന്തുണ്ടാവും? ബ്രെയിനിലേക്ക് ബ്ലഡ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കുഴഞ്ഞു വീഴും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ശ്വാസകോശവും നിലയ്ക്കും, ശ്വാസം നിലയ്ക്കും, ആള് മരിക്കും. ഈ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ കുറച്ച് എന്ന് പറയുന്നത് കുറച്ച് മിനിറ്റും സെക്കൻഡും ഒക്കെയാണ് കേട്ടോ. അതാണ് ഇതിലെ വേറൊരു പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ആക്ട് ചെയ്യണം എന്ന് പറയുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ടാണ് ഇങ്ങനെ വീണൊരു വ്യക്തി മരണപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യത്തിൽ വളരെ പെട്ടെന്ന് ബാക്കി വഴികൾ എന്തൊക്കെയാണോ അത് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ കാണിച്ചു അൺറെസ്പോൺസീവ് ആയിരിക്കുന്നത്. എങ്ങനെ നമ്മൾ ഈ റെസ്പോൺസ് ഉണ്ടോ എന്ന് ഞാൻ നേരത്തെ കാണിച്ച ആളെ നമ്മൾ വിളിച്ചു നോക്കും എന്ന് പറഞ്ഞു. ഈ വിളിക്കണതിനൊക്കെ ഒരു പ്രത്യേക രീതിയുണ്ട്. ഈ രീതിയായിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു തരുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇങ്ങനെ ഒരു സാഹചര്യം, ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരാൾ ഇതേപോലെ കുഴഞ്ഞു വീണു, എത്രയും പെട്ടെന്ന് നമ്മൾ കാര്യം ചെയ്യണം. എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ ഈ രീതികളും സ്റ്റെപ്സും മനസ്സിലുണ്ടെങ്കിൽ തെറ്റുകൂടാതെ, സമയം കളയാതെ, സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, സമയം കളയാതെ നമുക്കത് ചെയ്ത് ഒരു പക്ഷെ ആളെ നമുക്ക് മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു എന്ന് വരും. അപ്പൊ ഇനി അതിന്റെ സ്റ്റെപ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പൊ ഇത് കണ്ടോ, ഇത് നമ്മൾ ഇതുപോലെ മാനിക്കിൻസ് ഒക്കെ കൊണ്ടുപോയിട്ട് ഒരു സ്കൂളിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കൊച്ചു കുട്ടികളാണ്. അവരിതൊക്കെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് ചെയ്യാം. അപ്പൊ ഇതേപോലെ നിങ്ങളും ഈ ക്ലാസ് കഴിയുമ്പോൾ ഇതിൽ പ്രാക്ടീസ് ചെയ്തൊക്കെ നോക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ഇവരെ കുറച്ച് പേര് പറഞ്ഞ പോലെ CPRന്റേതായിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് ആണ്. CPR എന്നല്ല, ശരിക്കും നമ്മൾ അതിന്റെ BLS എന്ന് പറയാം, ബേസിക് ലൈഫ് സപ്പോർട്ട് എന്നാണ് പറയുന്നത്. ജീവൻ നിലനിർത്താനുള്ള ബേസിക് ആയിട്ടുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ഒരാൾ കുഴഞ്ഞു വീണു, എത്രയും പെട്ടെന്ന് എന്ത് നോക്കണം? വിളിച്ചാൽ മിണ്ടുന്നുണ്ടോ? അതാണ് ഏറ്റവും ആദ്യം നോക്കേണ്ടത്. വിളിച്ചാൽ മിണ്ടുന്നുണ്ടോ എന്ന് നോക്കണം. എങ്ങനെയാണത് നോക്കുക എന്ന് കാണിച്ചു സിസ്റ്റർ. ഇങ്ങനെയാണ് വിളിച്ചാൽ മിണ്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഈ സിസ്റ്റർ ഇപ്പൊ വിളിച്ചപ്പോ തോളത്ത് തട്ടി ഒച്ചത്തിൽ ചേട്ടാ ചേട്ടാ എണീക്ക് ചേട്ടാ എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം ടാപ്പ് ആൻഡ് ഷൗട്ട്. അതിന്റെ മുമ്പ് ഒരു സ്റ്റെപ്പ് ഞാൻ പറയാൻ വിട്ടുപോയത്, ഞാൻ പറയാം. ടാപ്പ് ആൻഡ് ഷൗട്ട് അതിലെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് കാണാം. ടാപ്പ് ചെയ്യുകയും വേണം, ഒച്ചത്തിൽ വിളിക്കുകയും വേണം. ഈ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മുഖത്തൊക്കെ ഇട്ടടിച്ച് ഇങ്ങനെ അങ്ങനെ വിളിക്കരുത്, അല്ലെങ്കിൽ നെഞ്ചത്തിട്ടടിച്ചോ വയറ്റത്തടിച്ചോ ഒന്നുമല്ല വിളിക്കേണ്ടത്. ഈ ഷോൾഡർ, 2 ഷോൾഡറിൽ ഇതാകുമ്പോൾ അവിടെ വേറെ വൈറ്റൽ ഓർഗൻസ് ഒന്നും ഇല്ല, നമുക്ക് അടിക്കാൻ സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. ചെറുതായിട്ട് ഇങ്ങനെ 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 അടിച്ചാൽ പോരാ, ഒച്ചത്തിൽ തന്നെ അടിക്കണം, ഉറക്കെ വിളിക്കുകയും വേണം. അപ്പൊ ഈ ആദ്യത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ സ്റ്റെപ്പാണ് അവിടെ ടാപ്പ് ആൻഡ് ഷൗട്ട് കാണുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് ഇപ്പൊ കൂത്തമ്പലത്തിൽ ഒരു പരിപാടി നടക്കുന്നതിന്റെ ഇടയിൽ ആരെങ്കിലും കുഴഞ്ഞു വീണമെന്നുണ്ടെങ്കിൽ ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെന്ന ആളെ രക്ഷിക്കാൻ പറ്റും. ഇപ്പൊ ഒരു റോഡ് ക്രോസ് ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഒരാൾ കുഴഞ്ഞു വീണെന്നുണ്ടെങ്കിൽ നമ്മൾ റോഡിലിട്ട് രക്ഷിക്കാൻ ശ്രമിച്ചാൽ അത് അപകടമാണ്. വണ്ടികളെ തടയാൻ ചിലപ്പോൾ പറ്റില്ല എന്ന് വരും. അതാണ് നമ്മൾ സീൻ സേഫ്റ്റി എന്ന് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ഒരു തീപിടുത്തം നടന്നിരിക്കുന്ന സ്ഥലമാണ്, തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ ചെന്ന് നമ്മൾ രക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തീ നമ്മുടെ മേത്തും തീ പിടിക്കും, കിടക്കുന്ന ആളുടെ മേത്തും പിടിക്കും. അപ്പൊ നമ്മൾ സീൻ സേഫ്റ്റിയാണ് ആദ്യം ഉറപ്പുവരുത്തേണ്ടത്. എടുത്ത് മാറ്റി കിടത്തുക. അല്ലെങ്കിൽ റോഡൊക്കെ ആണെങ്കിൽ നമ്മൾ വണ്ടികളെ തടഞ്ഞു നിർത്തുക. ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഔചിത്യബോധം ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു സാഹചര്യം സേഫ് ആണ്, എല്ലാം കൊണ്ട് സേഫ് ആണെന്ന് നോക്കേണ്ടത് കിടക്കണ ആൾക്ക് മാത്രമല്ല, രക്ഷിക്കാൻ പോകുന്ന നമ്മളും സേഫ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തണം. കാരണം രക്ഷിക്കണമെങ്കിൽ നമ്മുടെ ജീവനോടുകൂടി ഇരിക്കണം. അപ്പൊ അതും ഉറപ്പുവരുത്തണം. അപ്പൊ സീൻ സേഫ്റ്റിക്ക് നമ്മൾ ആദ്യം ആളെ മാറ്റിക്കിടത്തുകയോ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ആ സീൻ സേഫ് ആക്കിയതിന് ശേഷം നമ്മൾ തോളത്ത് തട്ടി വിളിക്കുന്നു.
മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് എഴുതിയിരിക്കുന്നത്? കോൾ ഫോർ ഹെൽപ്പ്. അതായത് തോളത്ത് തട്ടിയിട്ട് മിണ്ടുന്നില്ല എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് അപകടമാണ് എന്ന് മനസ്സിലാക്കണം. ഉടനെ തന്നെ നമ്മൾ ഹെൽപ്പിന് ആൾക്കാരെ വിളിക്കണം. നമുക്ക് ഇതിൽ പറയുന്ന ബാക്കി സ്റ്റെപ്പുകൾ നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ചിലപ്പോൾ ചെയ്തു തീർക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അത് കാരണം നമ്മൾ പരമാവധി ആൾക്കാരെ വിളിച്ചു കൂട്ടുക. ഇതിപ്പോൾ അറിയാവുന്നവർ ആ കൂട്ടത്തിൽ ചിലപ്പോൾ ഉണ്ടാവാം, നന്നായിട്ട് നമ്മളെക്കാളും നന്നായിട്ട് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ അറിയാവുന്നവരും ചിലപ്പോൾ ആ കൂട്ടത്തിലുണ്ടാവാം. അപ്പൊ നമ്മൾ ആൾക്കാരെ വിളിച്ചു കൂട്ടുക. അപ്പൊ സൈഡിൽ നിൽക്കുന്നവരെ ആണെങ്കിൽ വരുമെന്ന് സഹായത്തിന് വരുമെന്ന് പറയാം. പിന്നെ പ്രധാനപ്പെട്ടതായിട്ട് എങ്ങോട്ടാണ് നമ്മൾ ഫോൺ വിളിച്ച് വരുത്തേണ്ടത്? ആരെയാ? ആംബുലൻസ്. ആംബുലൻസ് വിളിക്കുന്ന നമ്പർ എന്തൊക്കെയാണ്? കേട്ടില്ല? 108. ശരിയാണ്. നമ്മൾ ഈ വഴി കൂടെ പോകുമ്പോൾ കാണാം 108 എന്ന് എഴുതിയ ആംബുലൻസ്. അല്ലെങ്കിൽ 102 വിളിക്കാം. അതല്ലെങ്കിൽ ഇന്ത്യയിൽ എന്തൊരു എമർജൻസി സാഹചര്യം വന്നാലും വിളിക്കാനുള്ള ഒരു നമ്പർ ഉണ്ട്, അറിയോ? 112. അത് എന്ത് എമർജൻസി സാഹചര്യം ആണെങ്കിലും നമുക്ക് വിളിക്കാവുന്ന നമ്പറാണ് 112. അപ്പൊ ഈ 3 നമ്പറുകൾ ഓർത്ത് വെക്കുക, ആംബുലൻസ് വിളിക്കുക. ശരി, കോൾ ഫോർ ഹെൽപ്പ് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്താണ് എഴുതിയിരിക്കുന്നത്? പൾസും ബ്രീത്തിങ്ങും. ഇവിടെ ആരോ പറഞ്ഞു ശ്വാസം നോക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പൊ അത് രണ്ടും ഞാൻ ഒരുമിച്ച് എഴുതിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് രണ്ടും നമ്മൾ ഒരുമിച്ച് നോക്കണം. ഒരുമിച്ച് നോക്കുന്നത് എന്തിനാ? സമയം പാഴാക്കാൻ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് രണ്ടും കൂടെ ഒന്നിച്ച് നോക്കുന്നത്. പൾസ് എങ്ങനെയാ നോക്കുക? നമ്മൾ റിസ്റ്റില് വ്യത്യസ്തമായിട്ടുള്ള ഒരാളുടെ ഭാഗത്തുനിന്ന് വന്നു വ്യത്യസ്തമായിട്ടുള്ള ഒരു മറുപടി. ശരിക്കും റിസ്റ്റിലല്ല നോക്കേണ്ടത്, കഴുത്തിലാണ് നോക്കേണ്ടത്. എന്താണ് പേരെന്ത്? അഭിരാം. കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കാണിച്ചു തന്നിരിക്കുന്നത്. കഴുത്തിലാണ് നമ്മൾ പൾസ് നോക്കേണ്ടത്. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ഹൃദയം ഇവിടെ ഇരുന്നിട്ട് മിടിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഹൃദയത്തിൻ്റെ മിടിപ്പ് എന്തോ കാരണം കൊണ്ട് നിന്ന കാരണമാണ് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൃദയം ബ്രെയിനിലേക്കുള്ള രക്തം മാക്സിമം നിലനിർത്താൻ അവസാന നിമിഷം വരെ നമ്മുടെ ഹൃദയം ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഈ കയ്യിൻ്റെ അറ്റത്തേക്കും കാലിൻ്റെ അറ്റമൊക്കെ ദൂരം കൂടുതലുള്ള സ്ഥലങ്ങളാണ്. കയ്യിൻ്റെ അറ്റത്തേക്കൊക്കെയുള്ള രക്തയോട്ടം നിലച്ചു പോയാലും വലിയ പ്രശ്നമില്ലാത്ത കാരണം ഹൃദയം എന്ത് ചെയ്യും? അങ്ങോട്ടുള്ള രക്തയോട്ടമൊക്കെ തൽക്കാലത്തേക്ക് നിർത്തിയിട്ട് ബ്രെയിനിലേക്കുള്ളത് എങ്ങനെയെങ്കിലും നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടെയാണ് നമുക്ക് അതിൻ്റെ പൾസ് കിട്ടുക. അപ്പോൾ കഴുത്തിൽ നോക്കണം. അതെങ്ങനെ നോക്കണം എന്ന് വെച്ചാൽ നമ്മൾ 3 വിരലെടുക്കുക. ഈ നടുക്ക് ഇങ്ങനെ തടവി നോക്കും 3 വിരൽ വെച്ചിട്ട്. അപ്പം നമുക്ക് ഒരു കട്ടിയുള്ളൊരു സാധനം ഫീൽ ചെയ്യാം. അത് നമ്മുടെ ട്രക്കിയ, അതായത് ശ്വാസമൊക്കെ പോകുന്ന ട്രക്കിയ. അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക്, ഇടതോ വലത്തോ ഭാഗത്തേക്ക് നമ്മൾ കൈ ഒന്ന് ചെറുതായിട്ടൊരു കുഴി പോലെ കിട്ടുന്ന ഭാഗത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ മെല്ലെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ ടിക് ടിക്ന്ന് പൾസ് കിട്ടും. കിട്ടുന്നുണ്ടോ? അത് ആംബുലൻസ് വിളിക്കണോ? കിട്ടുന്നുണ്ടോ? ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പൾസ് നോക്കേണ്ടത്. അപ്പോൾ ഒരു രോഗിയിലാണെങ്കിൽ നമ്മൾ എങ്ങനെ നോക്കും? ഇങ്ങനെ കിടക്കുന്ന ഒരാളുടെ കഴുത്തിൻ്റെ ഈ സൈഡിൽ വെച്ചിട്ട് 3 വിരൽ വെച്ച് നമ്മളിങ്ങനെ നോക്കും. ഇത് എന്തിനാ ചേച്ചി ചെരിഞ്ഞ് നിൽക്കുന്നതെന്ന് മനസ്സിലായോ? ചെരിഞ്ഞ് നിൽക്കുന്നത് സൈമൾട്ടേനിയസ് ആയിട്ടാണ് ബ്രീത്തിങ് നോക്കേണ്ടതെന്ന് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ശ്വാസം എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനാണ് ഈ ചെരിഞ്ഞ് നിൽക്കുന്നത്. ശ്വാസം നമുക്കിപ്പോൾ മൂക്കിൻ്റെ താഴെയൊക്കെ കൈവച്ച് നോക്കാം, അതിന് വിരോധമൊന്നുമില്ല. പക്ഷെ കുറച്ചും കൂടെ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഈ ചെരിഞ്ഞ് നോക്കുമ്പോൾ ഈ നെഞ്ച് ഇങ്ങനെ ഉയരവും താഴവും ചെയ്യുന്നത് കാണും. അപ്പം ആ നെഞ്ച് ഉയരവും താഴവും ചെയ്യുന്നതാണ് ശരിക്കും ശ്വാസം എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഏറ്റവും നല്ല വഴി. അപ്പം നമ്മൾ ഇവിടെ കൈ വെച്ച് കൈകൊണ്ട് പൾസ് എറിയുന്നു, ചെരിഞ്ഞു നോക്കി നെഞ്ച് ഉയരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ബ്രീത്തിങ്ങും ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നു. അപ്പം നമുക്ക് രണ്ടും കൂടെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റില്ലേ? സമയം അധികം കളയണ്ട. ഇത് രണ്ടും കൂടെ എത്ര നേരം നോക്കണം എന്നറിയോ? 10 സെക്കൻഡെങ്കിലും നോക്കുക. 5 സെക്കൻഡിൽ കൂടുതൽ വേണം, 10 സെക്കൻഡിൽ കുറവ്. അപ്പൊ അത്രയും സമയം നമ്മളിത് നോക്കി വിളിച്ചാൽ മിണ്ടുന്നില്ല, ബ്രീത്തിങ് നെഞ്ചു ഉയരുന്നില്ല, പൾസ് കിട്ടുന്നില്ല, ഇത് 3 ഇല്ല എന്ന് 100% ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിലേക്ക് പോകണം. എന്താണത്? CPR. എങ്ങനെ CPR കൊടുക്കുക? എന്തൊക്കെയൊക്കെ കുറച്ച് മുദ്രകൾ വരുന്നു. ശരി, CPR കൊടുക്കുക എന്ന് പറയുന്നത്, CPR എന്ന് പറഞ്ഞാൽ കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. കാർഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിനെ സംബന്ധിച്ചതും പൾമണറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ CPR ബേസിക് ആയിട്ട് ചെയ്യുമ്പോൾ ഹാർട്ട് നിന്നുപോയതിനെ പ്രവർത്തിപ്പിക്കാനുള്ള വഴിയും കാണണം, ബ്രീത്ത് ചെയ്യാത്ത ലങ്സിനെ ശ്വാസകോശത്തിനെ പ്രവർത്തിപ്പിക്കാനുള്ള വഴിയും കാണണം. അപ്പോൾ ആ 2 വഴികളാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഒന്ന് ചെസ്റ്റ് കംപ്രഷൻസ്, അതാണ് നിങ്ങൾ ഈ കാണിച്ച സംഭവം, ഇങ്ങനെ കൈകൊണ്ടൊക്കെ കാണിച്ചത്. രണ്ടാമത്തത് ബ്രീത്തിങ് കൊടുക്കുക. ഈ 2 കാര്യങ്ങളാണ് CPR
ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി ചെസ്റ്റ് കംപ്രഷൻ എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതിന്റെ കൃത്യമായ രീതി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് വ്യക്തി എന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്ത് നമ്മൾ ഈ ചെസ്റ്റിൽ ഇങ്ങനെ ഞെക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ മൂക്ക് മുതൽ പൊക്കിൾ വരെ ഒരു വര വരച്ചു, ഈ രണ്ട് നിപ്പിൾ തമ്മിൽ ഒരു വര വരച്ചു, ഇതിന്റെ ഒരു നടുക്കുള്ള ഭാഗത്ത്, ആ ഭാഗത്താണ് നമ്മുടെ കൈ വെക്കേണ്ടത്. പക്ഷെ ഒരാൾ കുഴഞ്ഞു വീണ് എടുക്കുമ്പോൾ നമ്മൾ ഈ വരയ്ക്കാൻ വേണ്ടി സ്കെയിലൊക്കെ എടുക്കാൻ പോവോ? ഇല്ല, അതിനുള്ള സമയം നമുക്കില്ല, എല്ലാം പെട്ടെന്ന് വേണം. അപ്പൊ ജസ്റ്റ് നമ്മൾ രണ്ട് നിപ്പിളിന്റെ സെന്റർ, ഏകദേശം രണ്ട് നിപ്പിളിന്റെ സെന്ററിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ തൊട്ട് നോക്കി അറിയാം ഒരു കട്ടിയുള്ള എല്ല് ഫീൽ ചെയ്യാം. ആ ഭാഗത്തായിട്ടാണ് നമ്മൾ കൈ വെക്കേണ്ടത്. അവിടെ വെക്കേണ്ടത് കൈയിന്റെ ഹീലാണ്. കൈയിന്റെ ഈ സർഫസ് അല്ല വെക്കേണ്ടത്, ഈ ഭാഗം കൊണ്ട് വെക്കുമ്പോഴാണ് കറക്റ്റ് ആ ഒരു പ്രഷർ അപ്ലൈ ചെയ്യേണ്ടത് എത്രയാണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് കിട്ടുന്നത്. ആ ഹീല് നമ്മൾ വെച്ചു. അത് നിങ്ങളുടെ ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള കൈ ഏതാണോ അതിന്റെ ഹീല് വെക്കുക. മറ്റേ കൈ എടുത്തിട്ട് ഇന്റർലോക്ക് ചെയ്ത് പിടിക്കുക. കണ്ടോ, ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്ത് പിടിക്കണം. ഹീല് വെച്ചു, ഇന്റർലോക്ക് ചെയ്ത് പിടിച്ചു. എന്നിട്ട് മുട്ട് സ്ട്രെയിറ്റ് ആക്കി വെച്ചിരിക്കുന്നതാണോ, മുട്ട് സ്ട്രെയിറ്റ് ആക്കി വെക്കുക. നമ്മൾ ഈ തോള് ഈ കിടക്കുന്ന ആളുടെ മീതേക്ക് വരണം. അതായത് നമ്മൾ മറ്റേ ബാംഗ്ലൂർ ഡേയ്സിലൊക്കെ പറയില്ലേ, ഹാൻഡിന്റെ മുകളിലേക്ക് ഷോൾഡർ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൊസിഷനൊക്കെ കാണിക്കില്ലേ, ഏകദേശം അതുപോലത്തെ ഒരു സാധനം. ഇങ്ങനെ വെച്ചിട്ട് തോള് നമ്മൾ ആളുടെ മീതേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. എത്ര എണ്ണം കൊടുത്തു? 30. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ കൈ എടുക്കാതെ 30 എണ്ണം ചെസ്റ്റ് കംപ്രഷൻസ് കൊടുക്കണം. ഇപ്പൊ ചെസ്റ്റ് കംപ്രഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഇനി അടുത്തത് എന്താ നമുക്ക് കൊടുക്കാനുള്ളത്? ബ്രെത്ത്. ബ്രെത്ത് എങ്ങനെ കൊടുക്കണമെന്ന് വെച്ചാൽ, പരിചയമില്ലാത്ത ആളാ അല്ലെങ്കിൽ ചെറിയ പരിചയമുള്ളൂ എന്ന് വിചാരിക്കാം, വായക്കൂടെ നേരിട്ട് കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. ഒരു തുണി എടുത്ത് വെക്കുക. തുണി തന്നെ വെക്കണം കേട്ടോ, മറ്റേ പ്ലാസ്റ്റിക് ഒന്നും വെക്കാതെ. പ്ലാസ്റ്റിക്കിൽ കൂടെ നമ്മൾ ഊതി അങ്ങോട്ട് എത്തില്ല. അപ്പൊ തുണി തന്നെ വെക്കണം. കർച്ചീഫോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം കയ്യിലുള്ളത്, അല്ലെങ്കിൽ ഇപ്പൊ ഷോളോ അങ്ങനെ മുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് അങ്ങോട്ട് വായന്റെ ഭാഗത്തേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. തല പതുക്കെ ഒന്ന് താഴ്ത്തി പിടിക്കുക. താടി ഒന്ന് ജസ്റ്റ് പൊക്കി പിടിക്കുക. അത്രയും ചെയ്താൽ മതി. തല താഴ്ത്തി താടി ഒന്ന് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് നമ്മൾ ദീർഘമായ ശ്വാസം എടുക്കുക. എന്നിട്ട് വായ കൂടെ അസലായിട്ട് അകത്തേക്ക് ഊതുക. അകത്തേക്ക് ഊതുമ്പോൾ ഈ നെഞ്ച് ഉയരണ പോലെ ഊതണം. ഇങ്ങനെ ഊതിക്കഴിഞ്ഞാൽ ഈ മൂക്കിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വരും. അപ്പൊ നമ്മൾ ഊതിയത് എത്തിയോ? എത്തേണ്ട സ്ഥലത്ത് എത്തിയില്ല. അതുകൊണ്ട് മൂക്കും കൂടെ മെല്ലെ ഒന്ന് അടച്ചു പിടിക്കുക. ഞാൻ ഇതൊരു ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുത്തു, മൂക്ക് അടച്ചു പിടിച്ചിട്ട് ഊതണം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ കുട്ടികളെ ഇരുത്തി കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ വന്നിട്ട് അവന്റെ സ്വന്തം മൂക്ക് അടച്ചു പിടിച്ചിട്ട് ഊതാൻ നോക്കുക. അങ്ങനത്തെ അബദ്ധമൊന്നും ചെയ്യരുത്. കിടക്കണ ആളുടെ മൂക്ക് അടച്ചു പിടിച്ചിട്ട് വേണം അകത്തേക്ക് ശ്വാസം കൊടുക്കാൻ. തല ചരിച്ചു പിടിക്കുക. നമ്മുടെ അല്ല, ആളുടെ തല ചരിച്ചു പിടിക്കുക, മൂക്കടച്ചു പിടിക്കുക. നമ്മൾ ദീർഘമായ ഒരു ശ്വാസം എടുക്കുക. അകത്തേക്ക് ശക്തിയായിട്ട് ഊതുക. എത്ര പ്രാവശ്യം ഊതണം? 2 പ്രാവശ്യം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെസ്റ്റ് കംപ്രഷൻസും ബ്രെത്തും കൊടുക്കുന്നത്. ഇനിയിപ്പോ ഈ ചേച്ചി ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുന്നത് നമ്മൾ കണ്ടു. എത്ര താഴ്ച വരണം അതിന്? അവിടെ എഴുതിയിട്ടുണ്ട് ഏകദേശം 2 ഇഞ്ച് താഴ്ച വരണം കേട്ടോ. അങ്ങനെ ഞെക്കുമ്പോൾ 2 ഇഞ്ച് താഴ്ച വരണം. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെ ഒരു പെട്ടെന്നുള്ള സാഹചര്യത്തിൽ സ്കെയിൽ വെച്ച് അളക്കാനൊന്നും പറ്റില്ല. അതിന് ഉള്ള വഴി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ് കഴിയുമ്പോൾ ഇതിൽ വന്ന് എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പൊ ഏകദേശം എത്ര താഴ്ച വേണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ബോധം കിട്ടും. അതേപോലെ തന്നെ സ്പീഡ്, എത്ര സ്പീഡിൽ കൊടുക്കണം? മെല്ലെ 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 കൊടുത്താൽ മതിയോ? പോരാ, ഒരു പ്രത്യേക തരം സ്പീഡ് ഉണ്ട്. വളരെ സ്പീഡിൽ കൊടുത്തിട്ടും കാര്യമില്ല. അതായത് ഏകദേശം 1 സെക്കൻഡിൽ 2 പ്രാവശ്യം നമ്മൾ അമർത്തുന്നു എന്നുള്ളൊരു സ്പീഡ് മനസ്സിൽ വെച്ചാൽ മതി. 1 2 3 4 ഈ ഒരു സ്പീഡിലാണ് നമ്മളിത് കൊടുക്കേണ്ടത്. ശരി, അപ്പൊ ഇനി ബ്രെത്ത് കൊടുക്കാൻ നമ്മൾ വായ കൊണ്ട് കൊടുക്കുന്ന ഒരു മെത്തേഡല്ലേ നേരത്തെ കാണിച്ചത്. ഇത് അതിനുള്ളൊരു വേറൊരു വഴിയാണ്. ഇൻ കേസ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു രോഗിയെ കൊണ്ട് ഇങ്ങനെ ചെസ്റ്റ് കംപ്രഷൻ ഒക്കെ കൊടുത്ത് ഒരു ആംബുലൻസ് വന്നു, ആംബുലൻസിനകത്ത് കയറി എന്ന് വിചാരിക്കുക. ആംബുലൻസിനകത്ത് കയറി കഴിയുമ്പോൾ അവരിത് ഇങ്ങനത്തെ ഒരു സാധനം തരും. ഇത് കണ്ടു കഴിയുമ്പോൾ എന്താ സാധനം വിചാരിച്ചിരിക്കണ്ട. ഇത് നമ്മൾ ശ്വാസം കൊടുക്കാനുള്ള വേറൊരു ആംബു ബാഗ് എന്ന് പറയുന്ന ഒരു ബാഗാണ്. ഇതൊരു പ്രത്യേക തരത്തിൽ ഈ മാസ്ക് പിടിക്കണം. അതിപ്പോ പറഞ്ഞു തന്ന കൺഫ്യൂഷൻ ആവും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനെ ഒരു സാധനം കാണുമ്പോൾ ആംബുലൻസ് ഒക്കെ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് നല്ല ക്ലിയർ ആയിട്ട് ഈ കാര്യങ്ങൾ അറിയുന്നുണ്ടാവും. അവരോട് ചോദിക്കുക, ചേട്ടാ അതെങ്ങനെ പിടിക്കണ്ടേ, എന്റെ കൈ ഒന്ന് പിടിച്ച് കറക്റ്റ് ആയിട്ട് വെച്ച് തരുമെന്ന് ചോദിക്കുക. അതനുസരിച്ച് പിടിച്ചിട്ട്
2 പ്രാവശ്യം നമ്മൾ ഊതുന്നതിന് വരെ 2 പ്രാവശ്യം ഇതിൽ ഞെക്കുക. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ശ്വാസം അകത്തേക്ക് എത്തിക്കോളും. അപ്പൊ അത് ആ സാഹചര്യം പോലെ ആരാണോ ടെക്നിക്കൽ ഹെൽപ്പിന് മെഡിക്കൽ ഹെൽപ്പിന് വന്നിട്ടുള്ളവർ അവരോട് ചോദിച്ചിട്ട് ഔചിത്യം പോലെ ചെയ്യാം. അപ്പൊ ഒരു വീഡിയോ കാണിച്ചു തരാം. ഇതിനകത്ത് നമ്മൾ ഈ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുന്നതിന്റെ കാര്യങ്ങൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഇതിൽ കണ്ടോ, നമ്മുടെ ഹൃദയം താഴെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്, കാണല്ലേ? അപ്പൊ ഹൃദയം പിടിക്കുമ്പോൾ ബ്ലഡ് ഇങ്ങനെ ബ്രെയിനിന്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്, താഴേക്ക് ബാക്കി സ്ഥലങ്ങളിലേക്ക് രക്തം ഇങ്ങനെ വരുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്തോ കാരണം കൊണ്ട് ഹൃദയം ശരിക്കും ഇത്രയും പോലും അനങ്ങില്ല, നിന്ന് വെറുതെ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. ഹൃദയത്തിന്റെ അനക്കങ്ങള് ശരിക്കല്ലാതെ ഇപ്പൊ രക്തം പോകുന്നുണ്ടോ? ഇല്ല. ഇത്രയും സമയം മതി, ആള് കുഴഞ്ഞു വീണിട്ടുണ്ടാവും ഈ നേരം കൊണ്ട്. അപ്പൊ താഴത്തേക്കുള്ള രക്തവും പോകുന്നില്ല, ബ്രെയിനിലേക്കുള്ള രക്തവും പോകുന്നില്ല. ഈ സമയത്താണ് നമ്മൾ CPR കൊടുക്കണം എന്നുള്ള കാര്യം തിരിച്ചറിയേണ്ടത്. അപ്പൊ CPR കൊടുക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ നോക്കണം? ആൾ അനങ്ങുന്നുണ്ടോ നോക്കണം, പൾസ് ഉണ്ടോ നോക്കണം, ശ്വാസം എടുക്കുന്നുണ്ടോ നോക്കണം. എന്നിട്ട് നമ്മൾ ഈ കൈ വെച്ച ഭാഗം കണ്ടോ, നമ്മുടെ താഴെ ഹാർട്ട് കാണാം. ആ ഹാർട്ടിന്റെ നേരെ മുകളിലാണ് നമ്മൾ ശരിക്കും ഈ കൈ വെക്കണം. അതിനാണ് ഈ നിപ്പിളിന്റെ സെന്ററിൽ കൈ വെക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഹാർട്ടിന്റെ നേരെ മുകളിലാണ് കൈ വെക്കുന്നത്. നമ്മളിപ്പോ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ആകാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മളൊന്ന് തള്ളി കൊടുക്കണ പോലെ സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്ത ഹാർട്ടിനെ നമ്മൾ ഒന്ന് തള്ളിക്കൊടുക്കും. അങ്ങനെയാണ് CPR കൊടുക്കുന്നത്. ഇപ്പൊ രക്തം പോകുന്നുണ്ടോ? കറക്റ്റ് ആയിട്ട് നമ്മൾ തള്ളി 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 ആ ബ്ലഡ് ബ്രെയിനിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും നമ്മൾ തള്ളി 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 എത്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മളിപ്പോ 30 എണ്ണം ഒറ്റയടിക്ക് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഈ 30 എണ്ണം ഒറ്റയടിക്ക് എടുക്കാതെ ഒരെണ്ണം കൊടുത്തു, വഴി കൂടെ പോകുന്നവരോടൊക്കെ ഹായ് ഹലോ എന്നൊക്കെ കാണിച്ചു, പിന്നെ അടുത്ത ഒരെണ്ണം കൊടുത്തു. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ രക്തം ബ്രെയിനിലേക്ക് എത്തില്ല. അതേപോലെ നമ്മൾ ആവശ്യമില്ലാതെ ഭയങ്കര സ്പീഡിൽ കൊടുത്താലും വേണ്ട രീതിയിൽ എത്തില്ല. അത് ഇതിൽ കാണാം, നിങ്ങൾക്ക് വീഡിയോ കുറച്ച് കഴിയുമ്പോൾ കാണാം. അപ്പൊ ഇടയ്ക്ക് വെച്ച് ഇതേപോലെ നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും ബ്ലഡ് അവിടെ നിന്നു, സ്റ്റക്കായി നിന്നു, അത് എത്തുന്നില്ല മുകളിലേക്ക്. ഇപ്പൊ 30 എണ്ണം ഒറ്റയടിക്ക് കൊടുക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നമ്മൾ തള്ളി തള്ളി എത്തിക്കുക തന്നെ വേണം. ഇനി വരും പതുക്കെ കൊടുക്കുക, വേദനിക്കണ്ട, നെഞ്ചത്ത് വേദനിക്കണ്ട. അപ്പൊ എല്ലാം ആക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എത്തില്ല. കണ്ടോ, പകുതിക്ക് വഴി വന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരാം. എന്നാ പെട്ടെന്ന് എത്തിക്കോട്ടെ, കുറച്ച് സ്പീഡിലായേക്കാന്ന് വിചാരിച്ചാലും എത്തില്ല, അത് ബ്രെയിനിൽ എത്തുന്നില്ല. പകുതി വഴി വെച്ചിട്ട് അതിങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് 2 ഇഞ്ച് താഴ്ചയിൽ 1 സെക്കൻഡിൽ 2 തവണ ഞെക്കുന്ന രീതിയിൽ കംപ്രഷൻസ് കൊടുക്കണം എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ ക്ലാസ് കഴിയുമ്പോൾ എല്ലാവരും ഒരു 10 എണ്ണമെങ്കിലും ഈ മാനിക്കിനിൽ കൊടുത്ത് പ്രാക്ടീസ് ചെയ്യണം. ശരി, ഇനിയിപ്പോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു കുട്ടി, ഒരു 6-7 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഇതേപോലെ കുഴഞ്ഞു വീണെന്നുണ്ടെങ്കിൽ നമ്മൾ ആൾക്ക് ഈ കാർഡിയാക് അറസ്റ്റ് തന്നെയാണോ വന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇതേ കാര്യങ്ങൾ ചെയ്താൽ മതി. തട്ടി വിളിച്ചു നോക്കുക, പൾസ് ഉണ്ടോ നോക്കുക, ബ്രീതിങ് ഉണ്ടോ നോക്കുക. എന്നിട്ട് നമ്മൾ CPR കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാം, ഒരു കൈ വെച്ച് കൊടുത്താൽ മതി. ചെറിയ നെഞ്ചല്ലേ, കൊച്ചുകുട്ടികളല്ലേ, അപ്പോൾ ഒറ്റ കൈ വെച്ച് കൊടുത്താൽ മതി. മറ്റേ ഒരു കൈ കൊണ്ട് നമുക്ക് ഈ കൈയിലേക്ക് സപ്പോർട്ട് ചെയ്ത് പിടിക്കുകയും കൂടെ ചെയ്യാം. ഒറ്റ കൈ വെച്ച് കൊടുക്കാം. ഇനി തീരെ ചെറിയ കുട്ടിയാണെങ്കിൽ, തീരെ ചെറിയ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അതായത് ഒരു മാസം പ്രായം വരെയുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ഇൻഫന്റ് എന്ന് പറയും. അപ്പോൾ 1 മുതൽ 28 ദിവസം എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ തീരെ കുഞ്ഞ് കൊച്ചുങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 2 വലിയ കൈ വെച്ചിട്ട് ഇങ്ങനെ തോളത്തൊന്നും തട്ടി നോക്കേണ്ട കാര്യമില്ല. റെസ്പോൺസ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞുങ്ങളുടെ കാലിൻ്റെ അടിയിൽ തട്ടുക. അപ്പോൾ അവരിങ്ങനെ നെട്ടി വരയ്ക്കും. കാലിൻ്റെ അടിയിൽ ടാപ്പ് ചെയ്ത് നോക്കുക, തട്ടി നോക്കുക. അപ്പോൾ അവരിങ്ങനെ റെസ്പോണ്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അനക്കം കാണിക്കും. ഇനി പൾസ് നോക്കുന്നത് വലിയ ആൾക്കാരുടെ കഴുത്തിലാണ് നോക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കഴുത്തിൽ നോക്കേണ്ട കാര്യമില്ല. ബ്രേക്കിയൽ പൾസ് എന്ന് പറയും. കൈയുടെ എവിടെയാണ്, കുഞ്ഞുങ്ങൾക്ക് കൈയുടെ ഇവിടെ ഒരു പൾസ് കിട്ടും. നമുക്ക് വലിയ ആൾക്കാർക്ക് കിട്ടില്ല, ചെറിയ കുഞ്ഞുങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് അവിടെ ബ്രേക്കിയൽ പൾസ് നമ്മൾ നോക്കുക. പൾസ് നോക്കി അതുപോലെ തന്നെ ശ്വാസം നോക്കുക, നെഞ്ചുവരും താഴുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ CPR കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വലിയ കടാകടിയും കൈയൊന്നും വെച്ച് ഇങ്ങനെ അമർത്തി കുഞ്ഞു നെഞ്ചൊന്നും പൊളിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെറിയ ഈ 2 വിരല്, ചൂണ്ടുവിരലും നടുവിരലും ഉപയോഗിച്ച് കൊച്ചിൻ്റെ 2 നിപ്പിളിൻ്റെ നടുക്ക് വെച്ചിട്ട് 1 2 3 4 അങ്ങനെ 30 പ്രാവശ്യം അമർത്തുന്നു. 2 തവണ മൂക്കും വായും ചേർത്ത് ശ്വാസം കൊടുക്കുന്നു. 2 തവണ ശ്വാസം കൊടുക്കും. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമുക്ക് മൂക്കും വായും കൂടെ ചേർത്ത് നമ്മുടെ ഈ വായിൽ ഒതുങ്ങാവുന്നേ ഉള്ളൂ. അപ്പോൾ മൂക്കും വായും കൂടെ ചേർത്ത് നമുക്ക് ശ്വാസം കൊടുക്കാം.
അങ്ങനെ. ഇനി ഒരാളാണ് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 30 പ്രാവശ്യം നെഞ്ചിൽ അമർത്തുന്നു, 2 തവണ ശ്വാസം കൊടുക്കുന്നു. ഇപ്പൊ ഞങ്ങൾ 2 പേരുണ്ടെന്ന് വെക്കാം. ആരെങ്കിലും 2 പേരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 15 തവണ നെഞ്ചിൽ അമർത്തുകയും 2 തവണ ശ്വാസം കൊടുക്കുകയും ചെയ്യാം. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ മാത്രം 30:2 ആണെങ്കിൽ ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. 2 പേരുണ്ടെന്നുണ്ടെങ്കിൽ 15:2 പറ്റും. അതായത് 2 പേര്, ഒരാൾ കാലിൻ്റെ അവിടെ ഒരാൾ നിൽക്കുന്നു. നമുക്ക് തമ്പ് എൻസർക്ലിംഗ് മെത്തേഡ് എന്ന് പറയാം. ഇങ്ങനെ കൈ വെച്ചിട്ട്, അതായത് ഇത് നമ്മളിങ്ങനെ സ്റ്റെപ്പായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ കുഞ്ഞുങ്ങളുടെ കാര്യമാകുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് സമയം കളയാനില്ല. അപ്പൊ 2 പേരുണ്ടെന്നാണെങ്കിൽ ഒരാള് കാലിന്റെ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുക, മറ്റേ ആള് തലയുടെ ഭാഗത്ത് നിൽക്കുക. എന്നിട്ട് കാലിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആള് കൊച്ചിനെ കാണുന്നുണ്ടോ? ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് നെഞ്ചത്ത് അമർത്തുക, 2 പേരിൽ വെച്ചിട്ട്, 2 കൈയിലെയും തമ്പ് വെച്ചിട്ട്. അങ്ങനെ അവിടെ നിൽക്കുന്ന ആള് 15 എണ്ണം കൊടുക്കുന്നു. തലയുടെ ഭാഗത്ത് നിൽക്കുന്ന ഞാൻ 2 പ്രാവശ്യം ഊതുന്നു. വീണ്ടും ഇവിടെ നിൽക്കുന്ന ആള് 15 എണ്ണം കൊടുക്കുന്നു. തലയുടെ ഭാഗത്ത് നിൽക്കുന്ന ഞാൻ 2 പ്രാവശ്യം ഊതുന്നു. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഊതുന്ന ആളുടെ ശ്വാസവും കിട്ടുന്നുണ്ടാവില്ല, കൊടുക്കുന്ന ആളുടെ കൈയും വേദനിച്ചു തുടങ്ങുന്നുണ്ടാവും. അപ്പൊ നമ്മൾ റോള് റിവേഴ്സ് ചെയ്യാം. അപ്പൊ റിവേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരേ ഡയറക്ഷനിൽ നടന്നിട്ട് അപ്പുറത്തേക്ക് പോവാം. അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ കൊച്ചിനെ ഇങ്ങനെ രക്ഷിക്കുന്നതിന്റെ ഇടയിൽ റോള് റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞിട്ട് തമ്മിൽ നടന്ന് കൂട്ടിയിടിച്ച് സമയം കളയാനില്ല നമുക്ക്. അപ്പൊ റോള് റിവേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ വട്ടത്തിൽ നടന്നിട്ട് ഇയാൾ ഇപ്പുറത്തെത്തും, തലയുടെ ഭാഗത്ത് നിന്നിരുന്ന ഞാൻ കാലിന്റെ ഭാഗത്തേക്ക് എത്തുന്നു. വീണ്ടും ഞാൻ ഇങ്ങനെ എൻസർക്കിൾ ചെയ്ത് കൊടുക്കുന്നു, മറ്റേ ആള് ശ്വാസം കൊടുക്കുന്നു. ഇത് കുറച്ചും കൂടെ ക്ലിയർ ആവും. നിങ്ങളെ കൂടെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് കാണിക്കാം. അപ്പൊ കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും. ശരി, അപ്പോ ആരെങ്കിലും ഒന്ന് വോളണ്ടിയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സെറ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പൊ ഒരു ചെറിയ ബ്രേക്കും കൂടെ ആവുമല്ലോ. ആരാ വരുന്നത്? ന്റെ നടുക്ക് ക്രോസ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരാൾ കുഴഞ്ഞു വീണു. ആദ്യം എന്ത് ചെയ്യും? എടുത്തു മാറ്റി വെക്കുക. കറക്റ്റ് ആണ്. സീൻ സേഫ്റ്റി. ശരി, എടുത്തു മാറ്റി വെച്ചോളൂ. നീക്കി വെച്ചു. ശരി, അടുത്തതായിട്ട് എന്ത് ചെയ്യും? അടുത്ത എന്താ ചെയ്യുന്നത്? തട്ടി വിളിക്കാൻ. നിന്നിട്ട് വേണം കറക്റ്റ് തട്ടി വിളിക്കാൻ വേണ്ടിട്ട്. ജസ്റ്റ് ഒരു പ്രാവശ്യം കാണിച്ചു തരാം. തട്ടി വിളിക്കുന്നു, അനക്കില്ല, ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കെ വിളിക്കുക. അത് കഴിഞ്ഞിട്ട് പൾസ് നോക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെരിഞ്ഞ ശ്വാസം എടുക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതായത് നെഞ്ച് ഉയരം താഴ്ന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെരിഞ്ഞ് നോക്കാൻ പറ്റും. അപ്പൊ നമുക്ക് സമയം കളയാനില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടും ഈ ഒരു സ്റ്റെപ്പ് ഒരുമിച്ച് ചെയ്യുന്നു. അപ്പൊ പൾസ് ഇല്ല, ബ്രീത്തിങ് ഇല്ല, ഒന്നുമില്ല, റെസ്പോൺസ് ഒന്നുമില്ല. അപ്പൊ ഞാൻ ആദ്യം തട്ടി വിളിച്ചു, റെസ്പോൺസ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോ ഞാൻ തന്നെ ഉള്ളൂ കോൾ ഫോർ ഹെൽപ്പ്. നിങ്ങൾ ചെയ്തു. ശരി, ഒരാൾ ആരാണോ ഇത് ചെയ്യാൻ ആദ്യം ഉദ്ദേശിക്കുന്നത് ആൾ വന്ന് തട്ടി വിളിക്കുന്നു. എങ്ങനെ തട്ടി വിളിക്കുന്നത്? അപ്പൊ മറ്റേ ആള് സമയം കളയരുത്. എന്താ ചെയ്യണ്ടേ? മറ്റേ ആള് ഹെൽപ്പ് സംഭവിക്കണം. അവിടെ വിളിച്ചോണ്ടിരിക്കണം. നമ്പർ എത്രയാ? എത്രയാ നമ്പർ? ശരി, 108, 102, 112. ഇയാള് തട്ടി വിളിച്ചു തുടങ്ങിയോ? എന്തായി? ഉണരുണ്ടോ? ഇല്ല, അനക്കല്ല. വിളിച്ചു. ശരി, 2 സ്റ്റെപ്പ് കഴിഞ്ഞു. 3ാമത്തെ സ്റ്റെപ്പ് എന്താണ്? അല്ല, ആദ്യത്തെ 3 സ്റ്റെപ്പ് കഴിഞ്ഞു. ശരി, 4ാമത്തെ സ്റ്റെപ്പ് എന്താണ്? പൾസ്. നോക്കിക്കോളൂ, നോക്കിക്കോളൂ, വേഗം നോക്കിക്കോളൂ, സമയമില്ല. ശ്വാസം നോക്കണം. ശരി, കുറച്ചും കൂടി ചെറിയട്ടെ. ആളുടെ നെഞ്ചു ഉയരുണ്ടോ എന്ന് കാണണേ. ശരി, ഉണ്ടോ? ഇല്ല. എത്ര സെക്കൻഡ് നോക്കി? 10 സെക്കൻഡ് നോക്കണം. 10 സെക്കൻഡ് നോക്കി എന്ന് സങ്കല്പിക്കുക. അടുത്ത സ്റ്റെപ്പ്. ശരി, കൊടുത്തോളൂ. അപ്പത്തേക്ക് ഇയാൾ വെറുതെ നിൽക്കണ്ട. ഇയാൾ വന്ന് ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കണം. വിളിച്ചില്ലേ? ആംബുലൻസ് വരുന്നു പറഞ്ഞോ? ശരി, അപ്പൊ ഇപ്പുറത്തിരുന്നോളൂ. ഇപ്പുറത്ത് ഇതേപോലെ മുട്ടുകുത്തിയിരിക്കുക. ഇയാൾ ഇരിക്കണം അതേപോലെ ഇരിക്കുക. ശരി, ശരി, നടുക്ക് കറക്റ്റ് ആണ്. ശരിയാണ്. ആ സ്ഥലത്ത് ഹീല് വെക്കുന്നു കൈയിന്റെ. മുട്ട്. ഇവിടെ പിന്നെ പോസൊന്നും അധികം പ്രശ്നം ഉണ്ടാവില്ല. അതൊക്കെ വരും. കൊടുത്തു കൊടുത്തു കൊടുത്തു. കൈ ഓടി കളിക്കരുത്. കയ്യെ അവിടെ ഒരു സ്ഥലത്ത് വെച്ചാൽ അവിടെ ഇരിക്കണം. ഉറക്കെ എണ്ണിക്കോളും. ഉണ്ടായില്ല, സാരില്ല. കൊടുത്തോ, ശ്വാസം കൊടുത്തോ. 2 ശ്വാസം കൊടുത്തോ. നല്ല കുട്ടി. ഷോള് വെച്ചു. വെച്ചിട്ട് നമ്മൾ തലയൊന്ന് ചെറുതായിട്ട് ചരിച്ചു പിടിക്കുക. എല്ലാവർക്കും കാണണമെങ്കിൽ എഴുന്നേറ്റ് നോക്കൂ. മൂക്കമർത്തി പിടിച്ചു.
ശരി. ദീർഘമായിട്ട് ശ്വാസം അകത്തേക്ക് വലിക്കുക. കൊടുത്തോ. എത്ര എണ്ണം കൊടുക്കണം? എത്ര സമയം പോകണം? ഒറ്റ ഊതലാണ് ഊതണം. നമുക്ക് സമയമെടുത്ത് പ്രാണായാമം ചെയ്യുന്ന ഒരു ഊതല്ല വേണ്ടത്, ഒറ്റ ഊതല്, അതാണ് വേണ്ടത്. ശരി, രണ്ടാമത്തെ കൊടുത്തോ. രണ്ടാമത്തെ കൊടുത്തോ. ആദ്യത്തിന്റെ നീളം കൂടി രണ്ടായതല്ലേ. എന്നാ രണ്ടാമത്തെ കൊടുത്തോളൂ. ശരി, ഓക്കെ. പൊന്തിയോ? അമ്പോ, കലക്കി. ഒരു കയ്യടി. ശരി, എന്നിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ എത്ര നേരം ചെയ്യണം? എത്ര നേരം ചെയ്യണം? ചിലപ്പോൾ ആളെ ഇടയ്ക്ക് ഉണരാം. ഞാൻ പണ്ട് കാഷ്വാലിറ്റിയിൽ CPR കൊടുക്കുന്നതിനിടെ ഒരാൾ എഴുന്നേറ്റ് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ആള് ഉണരുന്നവരെ നമുക്ക് വിചാരിക്കാം. അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഹെൽപ്പ് വരുന്നത് വരെ. ചിലപ്പോൾ ആംബുലൻസ് വരുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ വേറെ CPR കൊടുക്കാൻ പാകത്തിനുള്ള ആൾക്കാരുണ്ടാവും. എടുത്തു വെക്കണ്ട, അതിന് രണ്ടുപേരെ കൊണ്ടും കൂടെ ചെയ്യിപ്പിച്ചിട്ടാണ്. അപ്പൊ വേറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു മെഡിക്കൽ ഹെൽപ്പ് എത്തുന്നവരെ, അല്ലെങ്കിൽ ഈ പേഷ്യന്റ് ആശുപത്രിയിൽ എത്തിയത് വരെ, അങ്ങനത്തെ സാഹചര്യങ്ങൾ വരെ നമുക്കിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പൊ ആംബുലൻസ് ഒന്നും കിട്ടിയില്ല, നമ്മളൊരു കാറിലാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആശുപത്രിയിൽ എത്തിക്കുന്ന വരെയും ആള് മിണ്ടാട്ടം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് നമ്മൾ ആശുപത്രിയിൽ എത്തുന്ന വരെ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അടുത്ത രണ്ടുപേരും ഈ സൈഡിൽ നിന്ന് വന്നത് ആശാവർക്കാണ്. സീനൊക്കെ സേഫ് ആണ് കേട്ടോ. സീൻ സേഫ്റ്റി നോക്കണ്ട നിങ്ങൾ. സീനൊക്കെ സേഫ് ആണ്. എവിടെയെങ്കിലും ഒരു മൂലയിൽ വെച്ചിട്ട് കുഴഞ്ഞു വീണു, ഒരു പരിചയമില്ലാത്ത ആളാ. അങ്ങനെയാണെങ്കിൽ ശ്വാസം കൊടുക്കാൻ ഇഷ്ടമുണ്ടാവും. ആൺകുട്ടിയാണേ, പെൺകുട്ടിയല്ല. അങ്ങനെയാണെങ്കിൽ ഒരു പരിചയമില്ലാത്ത ആളാണെങ്കിൽ നമ്മൾ റിസ്ക് എടുത്ത് ശ്വാസം കൊടുക്കരുത്. കാരണം ഈ കിടക്കുന്ന ആൾക്ക് മറ്റെന്തെങ്കിലും മാരകമായ രോഗങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയുന്നുണ്ടാവില്ല. അത്തരം സാഹചര്യത്തിൽ നമ്മൾ ശ്വാസം കൊടുക്കണ്ട. പക്ഷേ നെഞ്ചത്ത് അമർത്തുന്നത് അപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കണം. നെഞ്ചത്ത് അമർത്തുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും വരാനില്ല. അപ്പൊ നെഞ്ചത്ത് അമർത്തുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷെ ശ്വാസം കൊടുക്കണം എന്ന് നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുക എന്ന് കാണിച്ചു തന്നോളൂ. സീൻ സേഫ് ആണ്. ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, രണ്ടാമത്തെ സ്റ്റെപ്പ് മുതൽ ചെയ്തോളൂ. വേഗം വേണം, നമുക്ക് ആൾ ഇത്രയും പെട്ടെന്ന് രക്ഷിക്കും. അടിച്ചോളൂ. ഒരാൾ തോളത്തടിക്കാനിരുന്നു. ഇവിടെ ആളുടെ കാലുണ്ടെന്നുള്ളത് ഓർക്കണേ. ശരി. ടാപ്പ് ആൻഡ് ഷൗട്ട് ഉണ്ടോ? ശരി. മിണ്ടുണ്ടോ? മിണ്ടില്ല. അപ്പൊ ഇയാള് ഫോൺ വിളിച്ചു, കോൾ ഫോർ ഹെൽപ്പ് സംഭവിച്ചു. ശരി, അടുത്ത സ്റ്റെപ്പ്. വേഗം വേഗം, ചിരിച്ചോണ്ടിരിക്കാൻ നേരമില്ല. ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. രണ്ട് ഭാഗവും കൂടെ പിടിച്ച ആളെ കൊല്ലരുത്. ഒരു സൈഡിലേ പിടിക്കാവൂ കേട്ടോ. രണ്ട് ഭാഗവും കൂടെ കഴുത്തിൽ പിടിക്കരുത്. ഒരു സൈഡേ പിടിക്കാവൂ. ശരി. ഒരു സൈഡിൽ നോക്കി സൈമൾട്ടേനിയസ് ആയിട്ട് ബ്രീത്തിങ് നോക്കിയോ? വേഗം നോക്കണം, വേഗം നോക്കണം. അതന്നെ. 10 സെക്കൻഡ് നോക്കി. ബ്രീതിങ് ഉണ്ടോ? ഇല്ല. മറ്റേ പൾസ് ഉണ്ടോ? വെറുതെ നിൽക്കണ്ട, അപ്പുറത്ത് വന്നിരുന്നോളൂ. ശരി, സ്റ്റാർട്ട് ചെയ്തോളൂ CPR. ഈ ബ്രീതിങ്ങും പൾസും ഒക്കെ നോക്കുന്ന അദ്ദേഹം തന്നെ വേണം CPR ആദ്യം കൊടുത്തു തുടങ്ങാൻ കേട്ടോ. എന്നാലേ അതൊരു ഫ്ലോയിൽ പോകുള്ളൂ. അല്ലെങ്കിൽ താൻ ചെയ്യരുതെന്നും പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഇയാൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക. ശരി, കൊടുത്തോളൂ. അത് തന്നെ. കൈമുട്ട് നേരെയാവട്ടെ. കൊടുത്തു. ഉറക്കെ കേൾക്കണം കേട്ടോ. എല്ലാവരും അവിടെ ഇരിക്കുന്ന ആൾ വരെ കേൾക്കണം. കാരണം അവിടുന്ന് ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ ഓടി വരുന്നുണ്ടെങ്കിൽ നിന്റെ 30 ആയിട്ടോ ഇല്ലേ എന്നുള്ളത് അവിടെ നിന്ന് അറിയണം. സ്പീഡ് കട്ടെ. 1 2 3 4 5 6. ശരി, അടുത്ത വേഗം കൊടുത്തോളൂ. 30 കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് അടുത്ത് 30 കൊടുക്കുക. കൈ എങ്ങനെ വെക്കേണ്ടത്? ഇന്റർലോക്ക് ചെയ്ത് വെക്കണ്ടേ? അതന്നെ. കൊടുത്തോ. ശക്തി വരട്ടെ. സ്പീഡ് വേണ്ട, ശക്തിയാ വേണ്ട. മുട്ട് നേരെ വെക്ക്, മുട്ട് നേരെ വെക്ക്. നീ താഴട്ടെ. അടുത്ത ആൾ കൊടുക്കുക. ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. അതായത് ഒരാൾ കൊടുത്തു, മറ്റേയാൾ കൊടുത്തു, ഇങ്ങനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആരെങ്കിലും ക്ഷീണിച്ചോ? ഇല്ല, ഉറപ്പാണോ? കുഴപ്പമില്ലല്ലോ. അപ്പൊ വരുമോ? ശരി. കൂടെ ചേർത്തൊരു കൈയടിയാണ് കേട്ടോ. ശരി,
അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ രണ്ടുപേരുണ്ടെങ്കിൽ മാറി 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 കൊടുക്കേണ്ടത്. ഇങ്ങനെ മാറി മാറി കൊടുത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കൈ വേദന വരും, കയ്യിന് ചിലപ്പോൾ മസിൽ കയറലോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ സംഭവിക്കും, നമ്മൾ അണയ്ക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ പരമാവധി ആൾക്കാരെ വിളിച്ചു കൂട്ടണം എന്ന് പറയുന്നത്. ചിലപ്പോൾ അത്രയും പെട്ടെന്ന് ആംബുലൻസ് എത്തിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ ക്ഷീണിച്ചു തുടങ്ങുമ്പോൾ ഉപകാരമുള്ള രീതിയിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾ പരമാവധി ആൾക്കാരെ വിളിച്ചു കൂട്ടണം. അതേപോലെ തന്നെ നമുക്കൊരു ശ്വാസം മുട്ടുന്ന പോലെ അണയ്ക്കുന്ന പോലെ തോന്നുകയാണെങ്കിൽ നമ്മൾ അവിടെ നിർത്തണം. നമ്മുടെ ലൈഫ് റിസ്ക് ചെയ്തുകൊണ്ട് വേറൊരാളെ ഹെൽപ്പ് ചെയ്യാൻ പോകണ്ട. നമ്മൾ അവിടെ നിർത്തണം, ബ്രേക്ക് എടുക്കണം, വേറെ ആരെങ്കിലും വിളിച്ചിട്ട് കൊടുക്കാൻ പറയണം. ശരി, ഇങ്ങനൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? AED? ഇല്ല. നമ്മുടെ സിനിമയിലൊക്കെ മറ്റേ തേപ്പൂട്ടി പോലത്തെ ഒരു സാധനം നെഞ്ചത്ത് ഇങ്ങനെ വെച്ചിട്ട് ആളിങ്ങനെ ചാടുന്ന കണ്ടിട്ടുണ്ടോ? അതെന്താ സാധനം? ഐറ്റം എന്താണ്? അവിടെ വരുന്നുണ്ട്. എന്താണ് സാധനം? എന്താ കൊടുക്കണത്? എന്താ ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കണത്? ഷോക്ക്. അപ്പൊ അതിന്റെ ഒരു മിനിയേച്ചർ സാധനമാണ് ഇത്. ഇതിപ്പോ ഇവിടെ കാണിക്കാൻ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഇങ്ങനെ അമർത്തുന്നതിന്റെ കൂട്ടത്തിൽ ഒന്നിന്റെ കൂട്ടത്തിൽ തള്ളെന്ന് പറയുന്ന പോലെ ചെറിയൊരു ഷോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഒറ്റ ഷോക്കിൽ ആള് ഉണർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങള് നമ്മുടെ പല പബ്ലിക് പ്ലേസസിലും ഇത് വെച്ചിട്ടുണ്ട്. നമുക്ക് പലർക്കും അറിയില്ല. ഇപ്പൊ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലും അതേപോലെ റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റേ എറണാകുളത്ത് ലുലു മോൾ അങ്ങനത്തെ പല സ്ഥലങ്ങളിലും ഈ സാധനം ഇരിപ്പുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സാധനം നമുക്ക് അറ്റ്ലീസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാനുള്ളത് അപ്പൊ ഒരു ബോധം വന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് നിൽക്കുന്നവരോട് പറഞ്ഞു കൊടുക്കെങ്കിലും ചെയ്ത് ഇങ്ങനെ ഒരു ഐറ്റം ഇവിടെ ഉണ്ട്, അപ്പൊ അതെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ആളെ രക്ഷിക്കാൻ പറ്റും എന്ന് അടുത്ത് നിൽക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുകയെങ്കിലും ചെയ്യും. അപ്പൊ ഇതിന്റെ ഒരു 2 പാഡ് ഇങ്ങനെ ഉണ്ടാവും. ഇതിനകത്ത് പടം കാണിച്ചിട്ടുണ്ട് ഇത് എവിടെ ഒട്ടിക്കേണ്ടതെന്നുള്ളത്. അപ്പൊ അത് നോക്കിയിട്ട് നമ്മൾ കൃത്യമായിട്ട് 2 ഭാഗങ്ങളിൽ ഒട്ടിച്ചു വെക്കുക. പിന്നെ ഇതിന്റെ ഈ രീതിയിൽ ഇതിൽ നിന്ന് തന്നെ കമാൻഡ്സ് കിട്ടും. അപ്പൊ ഓരോ AED ഓരോ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാത്തെ. ഇതിനകത്ത് കമാൻഡ്സ് കിട്ടുന്നത് അനുസരിച്ച് അവർ പറയും ഇതിവിടെ വെക്കൂ, ഇനി നിങ്ങളുടെ പേഷ്യന്റിനെ തൊടാതെ നിൽക്കൂ. അപ്പൊ അവരവിടെ പൾസൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടാവും. ഈ മെഷീൻ തന്നെ പൾസ് ചെക്ക് ചെയ്യും. എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഷോക്ക് കൊടുക്കാം എന്ന് പറയുമ്പോൾ ഷോക്കിന്റെ ബട്ടൺ അമർത്താം. അപ്പൊ ചെറിയൊരു ഷോക്ക് ഈ പേഷ്യന്റിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഇവർ തന്നെ ടിക് 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 എന്ന് പറഞ്ഞിട്ട് ഒരു ബീറ്റ് ഇട്ട് തരും. അതിൽ നമുക്ക് ബാക്കി കംപ്രഷൻ കൊടുക്കുകയും ചെയ്യാം. അപ്പൊ അങ്ങനെ ഈ AED ഉണ്ട് പല പബ്ലിക് പ്ലേസസിലും എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെക്കുക. നമ്മൾ ഈ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇതിൽ നിന്നൊരു ചെറിയ ഷോക്കും കൂടെ കിട്ടിയാൽ ആൾക്ക് പെട്ടെന്ന് ഉണർന്നു വരാൻ ഉള്ളൊരു സാധ്യതയുണ്ട്. ഇത് ഉള്ള സ്ഥലത്തെ AED എങ്ങനെയാണോ അതിലെ പടങ്ങളും അതിൽ സ്വിച്ച് അമർത്തിയാൽ പറയണതും കേട്ടിട്ട് അതനുസരിച്ച് ചെയ്യാം. അപ്പൊ CPRന്റെ നമുക്ക് എടുക്കേണ്ട ബേസിക് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലാസ്സിന്റെ അവസാനം എല്ലാവർക്കും കൂടെ പ്രാക്ടീസ് സെഷൻ നന്നായിട്ട് തരാം. അതിന് മുമ്പ് ചെറിയൊരു കഥ പറയാം. അപ്പൊ ഇത് വീഡിയോന്റെ ശബ്ദം വരുന്നില്ല തോന്നുന്നു, അത് കാരണം പിന്നെ സമയക്കുറവ് കാരണം വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല. റിജു NPSK എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? തൃശ്ശൂരുള്ള ഒരു എൻട്രൻസ് കോച്ചിങ്ങിന്റെ സ്ഥലമാണ്. ഞങ്ങൾ ഈ MBBS ഒക്കെ പോകുന്നതിന് മുമ്പുള്ള എൻട്രൻസിന്റെ സ്ഥലമാണ്. അപ്പൊ അവിടെ ഒരു കുട്ടി ഇങ്ങനെ നിങ്ങളുടെയൊക്കെ പ്രായമുള്ള ഒരു കുട്ടി തന്നെയായിരിക്കും. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്ലാസ്സിൽ വെച്ച് ആ കുട്ടി കുഴഞ്ഞു വീണു. അപ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കാനായിട്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ച് അവരെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. ഞങ്ങൾ വർക്ക് ചെയ്യണ ദയയിൽ തന്നെ വന്നിട്ടുള്ളത്. ദയയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് വിളിച്ചാൽ പറ്റണില്ല, പൾസില്ല, ശ്വാസം എടുക്കണില്ല, BP ഇല്ല, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒന്നുമില്ല, മരിച്ച പോലത്തെ ഒരു അവസ്ഥ. ഉടനെ അവിടുത്തെ ആൾക്കാരെല്ലാവരും കൂടെ ഡോക്ടർമാർ ഓടിക്കൂടി അവർ ഈ പറഞ്ഞ പോലെ CPR കൊടുത്തു. പിന്നെ ഇതിന്റെ ഈ AED ഒക്കെ വലിയ വേർഷൻ ആയിട്ടുള്ള ഷോക്കൊക്കെ കൊടുത്തു. അങ്ങനത്തെ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. കുട്ടിക്ക് ജീവൻ വെച്ചു. പക്ഷെ ഈ കുട്ടിയെ കൊണ്ടുവന്നത് അവരൊരു 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ്, അതായത് പൂങ്കുന്നത്തുനിന്ന് വിയൂര് വരെ എത്തുക എന്നൊക്കെ പറയുമ്പോൾ ഒരു സമയം ഗ്യാപ്പ് ഉണ്ടല്ലോ, അത്രയും ഗ്യാപ്പ് എടുത്തിട്ടാണ് അവരവിടെ എത്തിച്ചത്. ആ കൊണ്ടുവരുന്ന വഴിക്ക് ഇങ്ങനെ CPR കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ആ കുട്ടിക്ക് ഉണ്ടായത് എന്ന് തിരിച്ചറിയാൻ ആ സ്ഥാപനത്തിലുള്ള അധ്യാപകർക്കോ വിദ്യാർത്ഥികൾക്കോ തിരിച്ചറിവ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരൊന്നും ചെയ്യാതെ ആ കുട്ടിയെ വെറുതെ എടുത്ത് കൊണ്ടുവരിക ചെയ്തേ. ആശുപത്രിയിലെത്തി ജീവൻ കിട്ടിയെങ്കിലും ഈ കോമ സ്റ്റേറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കയ്യും കാലും അനക്കാതെ, വർത്തമാനം പറയാൻ പറ്റാതെ, ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഇങ്ങനെ ട്യൂബൊക്കെ ഇട്ട് ഒരു 5 വർഷം ആ കുട്ടി ആ കിടപ്പ് കിടന്നു. തൊണ്ടയൊക്കെ തുളച്ച് ട്യൂബ് ഇട്ടിട്ട് ശ്വാസം വലിക്കാൻ കിട്ടാതെ അവസാനമായപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിയിട്ട് ആ കുട്ടി മരിച്ചുപോയി. അപ്പൊ ഇത് പ്രായമായവർക്കോ അല്ലെങ്കിൽ മധ്യവയസ്കർക്കോ അല്ല, ചെറുപ്പക്കാർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് കാർഡിയാക് അറസ്റ്റ് എന്നുള്ളത്. ഇതിനു മുമ്പ് ഒരു ലക്ഷണങ്ങളും കാണിക്കില്ല. നിന്ന നിപ്പിൽ ഇപ്പൊ എനിക്ക് പറഞ്ഞ ഞാൻ ഇപ്പൊ സംസാരിക്കുന്നതിന്റെ ഇടയിലായിരിക്കും കുഴഞ്ഞു വീഴുന്നത്. അങ്ങനെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് കാർഡിയാക് അറസ്റ്റ്.
അപ്പോൾ ആ കുട്ടിയുടെ അമ്മ വടക്കാഞ്ചേരി സ്കൂളിലെ ടീച്ചറാണ്. ആ ടീച്ചറാണ് ഇതുപോലെ പല സ്ഥലത്തും പരരക്ഷ എന്ന പേരിൽ ഈ ക്ലാസ് എടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ആ ടീച്ചറാണ് പല സ്കൂളുകളിലും നമ്മളെ വിളിച്ചിട്ട് ഈ ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞു തരുന്നതും. ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രചോദനമാണ് വടക്കാഞ്ചേരി സ്കൂളിലെ ടീച്ചർ. അപ്പോൾ ആ ടീച്ചറിനെ ഓർക്കുന്നു. അവരെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി നമ്മൾ ദയയുടെ, ശരിക്കും പറഞ്ഞാൽ ദയയുടെ യൂട്യൂബ് ചാനലുണ്ട്. എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ അതെടുത്ത് നോക്കിയാലും മതി. ഇത് കുറച്ച് ലെങ്ത് ഉള്ള കാരണം ഞാനിപ്പോൾ കാണിക്കുന്നില്ല. അപ്പോൾ അതാണ് കുഴഞ്ഞു വീഴുക എന്ന് പറയുന്ന കാര്യത്തിൽ സംഭവിക്കുന്നത്. ഇനി ബ്രീഫായിട്ട് ഞാൻ പറയാം. ഹാർട്ട് അറ്റാക്ക് എന്ന് കുറച്ച് പേര് ആദ്യം ഈ കുഴഞ്ഞു വീഴുന്നതിനെ തെറ്റിദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹാർട്ട് അറ്റാക്ക് ശരിക്കും കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമല്ല. ഹാർട്ട് അറ്റാക്കിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിന് മുന്നേ നമുക്ക് ഭയങ്കര വലിയ അറ്റാക്ക് ആണെങ്കിൽ ചിലപ്പോൾ ഒറ്റയടിക്ക് കുഴഞ്ഞു വീഴുമെന്ന് വരും കേട്ടോ. അല്ലാത്തൊരു സാധാരണ അറ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കിത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഏറ്റവും വലിയ ലക്ഷണം എന്താ ഉണ്ടാവുക? നെഞ്ചുവേദന, പിന്നെ കയ്യിലേക്ക് വരും. ശരിയാണ്, അസലായിട്ട് വേർക്കും. ഈ വേർപ്പും നെഞ്ചുവേദന ഇങ്ങനെ വന്ന് ഈ കയ്യിലേക്കൊക്കെ വന്ന് പുറത്തേക്ക് വന്ന് ഇടതേ ഭാഗത്തേക്ക് കൂടുതൽ വന്ന് പിന്നെ വലതു ഭാഗത്തേക്കും ഒക്കെ വരുന്ന രീതിയിലുള്ളൊരു വേദന, വിയർപ്പ്, ഈ രണ്ട് കാര്യങ്ങൾ സംഭവിച്ച ഹാർട്ട് അറ്റാക്ക് ആയിരിക്കാം എന്ന് നമ്മൾ വിചാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണം. പക്ഷെ ഇപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് നമുക്ക് നിങ്ങളുടെയൊക്കെ പേരൻസിനൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇൻ കേസ് ഇപ്പൊ അവർ ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ളൊരു വേദന വന്നത്, നമ്മൾ ഒറ്റയ്ക്കാണ്, ഒന്നും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, വേദന കാരണം നമുക്ക് ഒരാളെ വിളിക്കാൻ പോലും പറ്റണില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ചെറിയൊരു കുറുക്കുവഴി ചെയ്യാവുന്ന എന്താന്ന് വെച്ചാൽ നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശക്തിയായിട്ട് പുറത്തേക്ക് ചുമക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ വേദനയിൽ നിന്ന് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒരു ശമനം കിട്ടും. അങ്ങനെ ഒരു ശമനം കിട്ടിക്കഴിയുമ്പോൾ വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആളോട് പറയാം എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്നെ ഒന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കണം എന്ന് അടുത്ത് നിൽക്കുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള സീനിയേഴ്സിനും അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത ആശാമാർ വരികയാണെങ്കിൽ അവർക്കും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ വേദന വരുമ്പോൾ ശ്വാസം എടുക്കുക, നന്നായിട്ട് പുറത്തേക്ക് ചുമയ്ക്കുക. അപ്പൊ ഹാർട്ട് അറ്റാക്ക് ആവുമ്പോൾ വേദന മിക്കവാറും ഉണ്ടാവും. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളൊരു കാര്യം ചിന്തിച്ചാൽ മതി. അടുത്തൊരു വിഷയം മിൽക്ക ചേച്ചി എടുക്കുന്നതായിരിക്കും. നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ടോപ്പിക് സ്ട്രോക്ക്. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്കറിയാം? എന്താണ് സ്ട്രോക്ക്? സ്ട്രോക്ക് എന്ന് കേട്ടിട്ടില്ലേ നമ്മൾ? അതായത് മസ്തിഷ്കാഘാതം എന്നാണ് അതിന്റെ മലയാളത്തിലുള്ള വാക്ക്. സ്ട്രോക്ക് അല്ലെങ്കിൽ ബ്രെയിൻ അറ്റാക്ക് എന്നൊക്കെ പറയാം. അതായത് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കട്ടായിട്ട് ബ്രെയിനിൽ ക്ലോട്ട് ഉണ്ടാവും, ഓക്സിജൻ സപ്ലൈ ഉണ്ടാവില്ല. അതാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ആണ് ഈ മസ്തിഷ്കാഘാതം അല്ലെങ്കിൽ ബ്രെയിൻ അറ്റാക്ക് വരുന്നത്. സ്ട്രോക്ക് വരുന്ന എന്തൊക്കെ ലക്ഷണങ്ങളാണ് ആൾക്കാർ കാണിക്കുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്ട്രോക്ക്, ഹൗ ടു ഐഡന്റിഫൈ സ്ട്രോക്ക്. നമ്മൾ എങ്ങനെയാണ് ഒരു സ്ട്രോക്ക് വന്ന ഒരാളിനെ നമ്മൾ തിരിച്ചറിയാനായിട്ട് നമുക്ക് കുറുക്കു വഴികളുണ്ട്. അതിന് കുറച്ച് സിംറ്റംസ് അവർ കാണിക്കും. അതിന് ബി ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ്. അവരിങ്ങനെ നോക്കുമ്പം ബാലൻസ് നടക്കാനൊന്നും പറ്റില്ല. നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ വേച്ച് പോവുക, നടക്കാൻ കറക്റ്റായിട്ട് പറ്റില്ല. അതാണ് ബാലൻസ് നമ്മുടെ നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അതാണ് ബി എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഐസിൽ നമ്മുടെ കാഴ്ച മങ്ങുക, ബ്ലഡ് ആയി പോകും, ബ്ലഡ് വിഷൻ ഉണ്ടാവും. അതായത് കാഴ്ച മങ്ങിയ അവസ്ഥ, അല്ലെങ്കിൽ കണ്ണു തുറക്കാൻ പറ്റുന്ന പകുതി കാണുന്നുള്ള ഒരവസ്ഥ, കാഴ്ചക്ക് തകരാറ് വരികയാണ് ചെയ്യുന്നത് ഐസ്. അടുത്തത് ഫേസ്. എഫ് എന്ന് പറയുന്നത് ബി ഫാസ്റ്റിൽ എഫ് ഫേസ് ആണ്. ഫേസ് ഡ്രൂപ്പിംഗ് വരും. അതായത് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഫേസ് ഇങ്ങനെ കോടി പോകുമ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ കോടിപ്പോവും. അതാണ് ഫേസ്. പിന്നെ ആംസ് എന്ന് പറയുന്നത് കൈ നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റില്ല, ഇങ്ങനെ കുഴഞ്ഞു. ഈ കൈ ആണെങ്കിലും ഇപ്പോഴത്തേക്ക് കൈ നേരെ വെക്കാൻ പറ്റില്ല, ആംസ് വീക്ക്നെസ് വരും. നമുക്കിങ്ങനെ ഇങ്ങനെയോ അല്ലെങ്കിൽ ഈ സൈഡിലേക്കോ കുഴഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് ആംസ് വീക്ക്നെസ് എന്ന് പറയുന്നത്. പിന്നെ എസ്, നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. നമ്മുടെ സംസാരശേഷി നമുക്കിങ്ങനെ കുഴഞ്ഞു പോണ അവസ്ഥ. നമ്മളിപ്പോൾ ഒരാളിനൊക്കെ വിളിക്കാനായിട്ട് ഇപ്പോൾ ശ്രീലക്ഷ്മി എന്നൊക്കെ വിളിക്കുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പൂർണ്ണമാക്കാൻ പറ്റില്ല, മൊത്തത്തിൽ പറയാൻ പറ്റില്ല, അങ്ങനെ കുഴഞ്ഞു പോകും നമുക്ക് സംസാരിക്കുമ്പോൾ. അപ്പൊ അതാണ് സ്പീച്ച് ഡിഫിക്കൽറ്റി എസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് ബി ഫാസ്റ്റിലെ ബാലൻസ് നഷ്ടപ്പെടുക, കാഴ്ച മങ്ങുക, പിന്നെ ഫേസ്
ഡ്രൂപ്പിങ് ഒരു സൈഡിലേക്ക് കൂടി പോവുക, ആംസ് വീക്ക്നെസ്, കൈ തളർന്നു പോവുക, അതുപോലെ തന്നെ സംസാരശേഷി നമുക്ക് നഷ്ടപ്പെടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റത്തെ ഒരക്ഷരം ടി ആണ്. ടി എന്താണ്? ടി ഫോർ ടൈം. നമ്മൾ കറക്റ്റ് തക്ക സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ തക്ക സമയത്ത് 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ അവർ കറക്റ്റായിട്ട് സ്ട്രോക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനുള്ള രക്തം വിലയിക്കാനുള്ള മരുന്നുകളൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ ആളിനെ റിക്കവർ ആയിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ നമ്മള് അല്ലെങ്കിൽ ആള് കോമ സ്റ്റേജിലേക്ക് പോയി നമ്മൾ കറക്റ്റ് സമയത്തിനുള്ളിൽ ഈ 4 മണിക്കൂറിനുള്ളിലൊക്കെ എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ആൾ ഒരു ഭാഗം തളർന്ന് കോമ സ്റ്റേജിലാവും. വേറെ പ്രശ്നങ്ങൾ പലതും വരാൻ സാധ്യതയുണ്ട്. നമുക്ക് കറക്റ്റ് സമയത്ത് പേഷ്യന്റിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല, ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യത വരെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാലുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ മാഡത്തിൻ്റെ ഒരു അമ്മാവൻ ഇതുപോലെ സ്ട്രോക്ക് ഉണ്ടായിട്ട് മാഡം ഇതുപോലെ തന്നെ അവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ക്ലാസ് ഒക്കെ എടുക്കുന്നത് കൊണ്ട് ഇതിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ട്രോക്ക് വന്നാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ അവരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അമ്മാവൻ തനിച്ചേ ഉള്ളൂ, വീട്ടിൽ വേറെ ആരും ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ആൾക്ക് മനസ്സിലായ, ആൾക്ക് സംസാരിക്കാനൊക്കെ പറ്റാത്ത ഒരവസ്ഥ, ആൾക്ക് ഇങ്ങനെ നടക്കാൻ പറ്റണില്ല, കുഴഞ്ഞു പോകണമില്ലാത്ത അവസ്ഥ ആൾക്ക് സ്റ്റാർട്ടിങ് തോന്നി. അപ്പൊ ആൾക്ക് അപ്പം തന്നെ ഇവരെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ട്, സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണെന്ന് തോന്നുന്നു ആൾക്ക് സ്വയമായിട്ട് തോന്നി. ഇവരെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ മാഡം വിചാരിച്ചു അതിനെയൊക്കെ കുറിച്ചൊക്കെ ക്ലാസ് ഒക്കെ എടുത്തിട്ട് വന്നതല്ലേ, അപ്പൊ അതിന്റെ തോന്നലായിരിക്കും, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല, എന്തായാലും ആംബുലൻസ് വിളിച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് നടക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് പിന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ കൂടി തുടങ്ങി. അപ്പോഴേക്കും പിന്നെ ആംബുലൻസ് വന്നു, ആളെ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ ആളിനെ കണ്ടു. സാഹിത്യ അക്കാദമിയിൽ ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അവിടെ ആൾ നന്നായിട്ട് നടന്നൊക്കെ പോകുന്നുണ്ട്, ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്ത ആളിപ്പോൾ റിക്കവറായി. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമുക്ക് തനിയെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വയമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അതാണ് ഈ ഒരു സ്ട്രോക്കിന്റെ ഇതെന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ സിംറ്റംസ് ഒക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രോക്കാണ് നമ്മൾ തിരിച്ചറിയും, കറക്റ്റ് എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്യണം. ഇനി സ്ട്രോക്ക് വന്നിട്ടുള്ള ഒരാളിനെ നമുക്ക് എങ്ങനെയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്നുള്ളതാണ്. ഒരു പ്രത്യേക രീതിയിൽ കിടത്തിക്കൊണ്ടാണ് നമ്മൾ ആ ആളിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അതാണ് റിക്കവറി പൊസിഷൻ എന്ന് പറയും. ചെരിച്ച് കിടത്തിയിട്ട് വേണം ആളിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഒരു പൊസിഷൻ. ആരെങ്കിലും ഒരാൾ വായോ, എങ്ങനെയാണ് ചെരിച്ച് കിടത്തേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. വായോ, തലഭാഗം ഇങ്ങോട്ട് വെച്ചിട്ട് നേരെ കിടക്കും. ഓക്കെ. അപ്പോൾ സ്ട്രോക്ക് വന്നിട്ടുള്ള ആളിനെ നമ്മൾ ഇടതുവശത്തേക്കാണ് കൂടുതലും ചെരിച്ച് കിടത്തുന്നത്. എന്തൊരു കേസ് ആണെങ്കിലും നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഇടത് ഭാഗത്തേക്ക് തിരിച്ച് കിടത്താൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് കിടത്തുമ്പോൾ ഇടത് കൈ നമ്മൾ നീട്ടി ഇങ്ങനെ വെക്കുക. അത് കഴിഞ്ഞിട്ട് വലത് കൈ നമ്മൾ തോളത്ത് ഇങ്ങനെ ചേർത്ത് വെക്കുക. വലത് കാല് കുത്തിച്ചാരി ഇങ്ങനെ വെക്കുക. ഇങ്ങനെ ലൂസായിട്ട് കിടന്നോളൂ. ഇങ്ങനെ കുത്തിച്ചാരി വെച്ചിട്ട് നമ്മൾ ഈ ഷോൾഡറിലും മുട്ടിലും സപ്പോർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ആളിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മറിച്ചാൽ മതി. ആളിതേ പോകണം. എന്നിട്ട് ആ കാലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്പുറത്തേക്ക് വലിച്ചു കിടത്തുക. ഇതാണ് റിക്കവറി പൊസിഷൻ. ഇതൊരു സുഖം കിടപ്പുള്ള ഒരു പൊസിഷനാണ്. ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ആൾക്ക് കംഫർട്ടാണ്. അപ്പം നമ്മൾ കൈ ഇങ്ങനെ ഇവിടെ വെക്കണ്ടെന്നുള്ളത് നമ്മൾ ചെരിച്ച് കിടക്കുമ്പോൾ നമ്മൾ വായിൽ എന്തെങ്കിലും നോരയോ വതയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചെരിഞ്ഞ് കിടക്കുമ്പോൾ ഇങ്ങനെ പൊക്കോളൂ. അപ്പോൾ നമ്മുടെ ഈ ഷോൾഡർ കഴുത്തിൻ്റെ ഇവിടെ കവളിൻ്റെ അടിയിൽ വരും കൈ. ഒന്നും കൂടെ കാണിച്ചു തരാം. ഒരാൾ നിങ്ങൾ ഇപ്പൊ കാണിച്ച പോലെ നിങ്ങൾ ഒരാൾ കാണിച്ചാൽ മതി. ഒരാൾ പറയാം. ആരെങ്കിലും ഒരാൾ പറയുന്നു ആയോ? വരാത്ത ആൾക്കാരോ? എങ്ങനെയാണ് ചെക്ക് എടുത്താന്നുള്ളതൊന്ന് കാണിച്ചത്. ഞങ്ങളിപ്പോ കാണിച്ച പോലെ ജസ്റ്റ് ഒന്ന് കാണിക്കും. ഓക്കെ, ഞാൻ പറയുന്നില്ല എങ്ങനെ ആദ്യം ചെയ്തത്. ഓക്കെ, ഫസ്റ്റ് വലത് കൈ നീട്ടി വെച്ചു. ഓക്കെ, കാല് കുത്തിച്ചാരി വെച്ച് 2 വിരൽ വെച്ച് വേണമെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ധരിച്ചെടുക്കാം. ആ കാലങ്ങൾ എടുത്ത് ഇറക്കി വെക്കും. ജസ്റ്റ് കംഫർട്ട്. ഇതാണ് കറക്റ്റ് റിക്കവറി പൊസിഷൻ. കറക്റ്റായിട്ട് ചെയ്തു. ഓക്കെ, ഒരു ക്ലാപ്പ് കൊടുക്കും. ഓക്കെ, 2 ചെയ്യും.
അപ്പൊ ഇതാണ് റിക്കവറി പൊസിഷൻ എന്നുള്ളത്. ഇങ്ങനെ കിടത്തിക്കൊണ്ട് വേണം നമ്മൾ സ്ട്രോക്ക് വന്നിട്ടുള്ള ഒരാളിനെ കൊണ്ടുപോകാനായിട്ട്. പിന്നെ ഈ അടിയിൽ എഴുതിയേക്കുന്നുണ്ടോ TIA എന്ന് പറയുന്നത്, അതൊരു സൂചനാ പണിമുടക്കാണ്. അത് നമ്മൾ സ്ട്രോക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ചെറിയ ചെറിയ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഈ സ്കാനിങ് എടുക്കാനൊക്കെ ഡോക്ടേഴ്സ് പറയും ചിലപ്പോൾ. അപ്പൊ നമ്മൾ വിചാരിക്കും, നമ്മൾ പറയും ഓ എന്തിനീ ചെറിയൊരു കാര്യത്തിനൊക്കെ സ്കാൻ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പൊ പറയും ഈ ഡോക്ടേഴ്സും സ്കാനിങ്ങുകാരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്, അതൊന്നും എടുക്കേണ്ട കാര്യമില്ല, പൈസ കിട്ടാനുള്ള പരിപാടി ആയിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കാം. പക്ഷെ എന്തെങ്കിലും ഒരു കാരണത്താൽ നമ്മൾ അത് ചെയ്ത് നോക്കണം. കാരണം ഈ TIA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂചനാ പണിമുടക്കാണ്. അപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്ന് കണ്ടു കഴിഞ്ഞാൽ വലിയ സ്ട്രോക്കിനെ നമ്മൾ ഈ ഒരു ചെറിയ സിംറ്റംസ് കൊണ്ട് നമുക്ക് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് പറ്റും. അപ്പൊ അത് കാരണം അത് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്യാന്നുള്ളതാണ് കാര്യം. അപ്പൊ ഇതാണ് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു ബ്രേക്ക് തരാം, കുറച്ച് 5 മിനിറ്റ് 10 മിനിറ്റ് നിങ്ങൾ ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഒന്ന് വന്നോളൂ എഴുന്നേറ്റ്. പെയിന്റിങ്, തലകറക്കം. ഞാൻ പറഞ്ഞു കുഴഞ്ഞു വീഴലും തലകറക്കവും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന്. തലകറക്കത്തിന്റെ വ്യത്യാസം എന്താ വെച്ചാൽ ആള് വിളിച്ചാൽ ചിലപ്പോ എന്തെങ്കിലും ശ്രദ്ധിക്കണ്ടോ അവിടെ ചായയുടെയാണല്ലേ. എന്നാ അതൊക്കെ എടുത്തു കഴിയൂ വേഗം. റെഡിയായോ? ശരി. തല കറങ്ങി കിടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തട്ടുന്ന പോലെയൊക്കെ തട്ടി വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ജീവന്റെ ഒരു ലക്ഷണം ആൾക്കുണ്ടാവും. ഒന്ന് ഞെരങ്ങ്, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കുക, അല്ലെങ്കിൽ കണ്ണ് പതുക്കെ തുറക്കാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതായത് എന്തെങ്കിലും ലക്ഷണം ഉണ്ടാവും. ഒരു ലക്ഷണം ഇല്ലെങ്കിലാണ് നമ്മൾ പഴയ CPRന്റെ സ്റ്റെപ്പിലേക്ക് ബാക്കി പൾസ്, ബ്രീത്തിങ് അങ്ങനെ പോകേണ്ടത്. എന്തെങ്കിലുമൊക്കെ ജീവന്റെ ലക്ഷണങ്ങൾ ആൾ കാണിക്കും എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരാൾ തല കറങ്ങി കിടക്കുന്നത് കണ്ടാൽ വെള്ളം മുഖത്ത് തെളിക്കുക, പിന്നെ വിളിക്കുക. ശരി, ഞാൻ പറഞ്ഞുതരാം. വെള്ളം മുഖത്ത് തളിക്കുന്നത് സിനിമയിൽ മാത്രമേ ഉപകാരമായിട്ട് കണ്ടിട്ടുള്ളൂ. ശരിക്കുള്ള ജീവിതത്തിൽ നമുക്കത് ഗുണമായിട്ട് കണ്ടിട്ടില്ല. പിന്നെ വിളിച്ചു നോക്കുമ്പോൾ എന്തോ ഒരു ലക്ഷണമൊക്കെ ജീവന്റെ കാണിക്കുന്നുണ്ടെന്നാണെങ്കിൽ നമ്മൾ ആളുടെ കാല് മെല്ലെ ഉയർത്തി ഒരു കസേരയുടെ മുകളിലേക്ക് ഉയർത്തി വെക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റൂളിന്റെ ഹൈറ്റില്. ഇപ്പൊ നമ്മുടെ അണിയറയിലൊക്കെ ആണെങ്കിൽ സ്റ്റൂളൊക്കെ ധാരാളം അവൈലബിൾ ആയിരിക്കും. അണിയറയിലൊക്കെ കാണുന്ന ആ ഒരു സ്റ്റൂളിന്റെ ഹൈറ്റില് കാല് പൊക്കി വെക്കുക. ആളെ നിലത്ത് ഫ്ലാറ്റ് ആയിട്ട് കിടത്തുക. ആളെ നിലത്ത് ഫ്ലാറ്റ് ആയിട്ട് കിടത്തുക, എന്നിട്ട് കാല് മെല്ലെ പൊക്കി വെക്കുക. അപ്പൊ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിങ്ങനെ ഈ അസംബ്ലിയിലൊക്കെ നിൽക്കുമ്പോൾ കുട്ടികൾ തലകറങ്ങി വീഴുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ നമ്മളിങ്ങനെ നിൽക്കുമ്പോഴേ നമ്മുടെ കാലിലെ മസിൽസിലേക്ക് ലേശം കൂടുതൽ രക്തോട്ടം ഉണ്ടാവും ആ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ബ്രെയിനിലേക്കുള്ള രക്തോട്ടം ലേശം ഒരു കുറവ് വരുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ തല കറങ്ങി വീഴുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ആളെ പെട്ടെന്ന് ഇങ്ങനെ നിലത്ത് ഇങ്ങനെ കിടത്തുന്നു. ആ കാലം കൂടെ ഉയർത്തി വെച്ച് കഴിയുമ്പോൾ ആ കാലിന്റെ ഭാഗത്തു നിന്നുള്ള രക്തം ബ്രെയിനിന്റെ ഭാഗത്തേക്ക് തിരിച്ച് ലേശം കൂടുതൽ ഒഴുക്ക് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബോധമൊക്കെ വരും. അപ്പോൾ കണ്ണ് തുറന്ന് എഴുന്നേറ്റിരുന്ന് ഫുൾ ബോധം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ വല്ല നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ഉപ്പിട്ട നാരങ്ങ വെള്ളം അല്ലെങ്കിൽ സാധാരണ വെള്ളമോ ഒക്കെ, ഗ്ലൂക്കോസ് വെള്ളമോ ഒക്കെ കൊടുക്കാം. പക്ഷെ ഒരാൾ തല കറങ്ങി ബോധമില്ലാതെ കിടക്കുന്ന അവസ്ഥയിൽ ഒരു കാരണവശാലും വെള്ളം കൊടുക്കരുത്. ഒരിക്കലും വെള്ളം കൊടുക്കരുത്. കൊടുത്താൽ എന്താ ഉണ്ടാവുക അറിയോ? നേരെ ശ്വാസകോശത്തിലേക്കായിരിക്കും വെള്ളം പോകുന്നത്. കാരണം ബോധം ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം വായിക്കാത്തേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഈ ഇറക്കണ കാര്യം കിടക്കണ ആൾ തന്നെ ചെയ്യണ്ടേ. ബോധം ഉണ്ടെങ്കിലേ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇറക്കാൻ പറ്റാതെ വന്നാൽ നേരെ ശ്വാസകോശത്തിലേക്ക് ആയിരിക്കും വെള്ളം പോകുന്നത്. പിന്നെ ന്യൂമോണിയ ആവും. ചിലപ്പോൾ ആളെ നമ്മൾ ആ ഒരു ഒറ്റ വെള്ളത്തിന്റെ പേരിൽ കൊല്ലും. അപ്പോൾ അതിലേക്ക് ഒരിക്കലും എത്തിക്കേണ്ട, വെള്ളം കൊടുക്കണ്ട. ആളെ നേരെ നിലത്ത് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് കിടത്തുക. എന്നിട്ട് സ്റ്റൂളിന്റെ ഹൈറ്റിൽ കാല് ഉയർത്തി വെക്കുക. കാല് ഉയർത്തപ്പോൾ സ്റ്റൂളൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ കാല് ഉയർത്തി അങ്ങോട്ട് പിടിക്കുക. അങ്ങനെ പിടിച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ആൾക്ക് ബോധം വരുമ്പോൾ എഴുന്നേപ്പിച്ചിരുത്തുക, വെള്ളം കൊടുക്കുക, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഫുട്ട് ആൻഡ് എലവേഷൻ, കാല് ഉയർത്തി വെക്കുക, ഫ്ലാറ്റ് ആയിട്ട് കിടത്തുക. ചെയ്യാൻ പാടില്ലാത്ത കാര്യം വെള്ളം കൊടുക്കരുത്. പിന്നെ ചിലർ കാണാം എത്രയും പെട്ടെന്ന് എഴുന്നേച്ചിരിക്കൂ, ചാരി ഇരുത്തു എന്നൊക്കെ പറയണത് കാണാം. ചാരി ഒന്നും ഇരുത്തണ്ട, ഇങ്ങനെ കിടത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് നമ്മൾ തലകറക്കം വരുമ്പോൾ ചെയ്യേണ്ട കാര്യം. അടുത്ത ടോപ്പിക്ക് തൊണ്ടയിൽ ഭക്ഷണം കൊടുക്കുന്നതാണ്. ഓക്കെ, ചോക്കിംഗ് എന്നാണ് പറയുക. തൊണ്ടയിലെ ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും ബാഹ്യമായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ കുടുങ്ങിക്കഴിഞ്ഞാൽ പറയുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ചോക്കിംഗ്. അപ്പൊ തൊണ്ടയിൽ എന്തെങ്കിലും ഇറച്ചി കഷ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഓണാഘോഷത്തിനിടെ തീറ്റ മത്സരം ഉണ്ടായിട്ട് ഇഡലി കുടുങ്ങി,
വാർത്തകൾ നമ്മൾ കുറച്ച് കാണാം. പൊറോട്ട എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? പൊറോട്ട കഴിക്കുമ്പോൾ ഇപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ. പൊറോട്ട കൊണ്ടേ കുടുങ്ങി കഴിഞ്ഞിട്ട് യുവാവ് മരിച്ചതാണ്. ഇത് നമ്മുടെ ശോഭ സിറ്റിയിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്, നടന്ന സംഭവമാണ്. ഇതൊരു ഡോക്ടറാണ്. ഈ ഡോക്ടറെ ശോഭ സിറ്റിയിലെ മുകളിലത്തെ ഒരു ഫുഡ് കോർട്ട് നിങ്ങൾക്ക് അറിയില്ലേ, അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചു ഫാമിലി ആയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പം തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി. ആള് മറ്റുള്ള ആൾക്കാർക്കൊന്ന് ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ആള് വാഷ്റൂമിലേക്ക് പോയി. പോയി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവ് നോക്കുന്നുണ്ട്, കാണാനില്ലല്ലോ. അപ്പോൾ ആള് അവിടെ വാഷ്റൂമിൻ്റെ അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ആളവിടെ കൊഴിഞ്ഞുകൊണ്ട് കിടന്ന് മരിച്ച അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ആള് ഡോക്ടറാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമുക്ക് അറിഞ്ഞാലും കാര്യമില്ല, മറ്റുള്ളവർക്ക് അറിഞ്ഞാലാണ് നമ്മളെ രക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഈ പരിരക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ടായ സംഭവമാണ് ശോഭ സിറ്റിയിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. അതിനെ പറയുന്ന പേരാണ് ഹെംലിക് മെനോവർ. അതായത് ഹെൻറി ഹെംലിക് എന്ന് പറഞ്ഞ ഒരാളാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് ഇങ്ങനെ ഒരാൾ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയ ആൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ചുമയ്ക്കാനൊക്കെ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആളോട് പറയണം നന്നായിട്ട് ശക്തിയായിട്ട് ചുമയ്ക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് ശക്തിയായിട്ട് ഉള്ളിലേക്ക് നമ്മൾ ചുമയ്ക്കുക. അപ്പൊ ചുമയ്ക്കുമ്പോൾ ആ ഒരു ചുമയിൽ നമ്മുടെ ശ്വാസം നന്നായിട്ട് ചുമയ്ക്കുമ്പോൾ ആ ഒരു സംഭവം തെറിച്ചു പോകും. അങ്ങനെ നമുക്ക് ചുമയ്ക്കാനും പറ്റില്ല, ശ്വാസം എടുക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ ഇങ്ങനെ നിൽക്കും. കണ്ണൊക്കെ തുറച്ച് നമ്മൾ ഇങ്ങനെ തൊണ്ടയിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ഒന്നും പറ്റാണ്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ഇത് യൂണിവേഴ്സൽ ചോക്കിംഗ് സൈൻ എന്നാണ് പറയാ. ലോകത്തെമ്പാടും ആരുടെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി കഴിഞ്ഞാൽ ആൾ ഇങ്ങനെയാണ് നിൽക്കുള്ളൂ. തൊണ്ടയിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് കണ്ണൊക്കെ തുറച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയാൻ പോണത്. ആരെങ്കിലും ഒരാൾ വരുമോ? ചായയും ബിസ്ക്കറ്റും കഴിഞ്ഞ ആരെങ്കിലും ഒരാൾ വരും. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കാണിച്ചു തരാം. വരൂ, കുഴപ്പമില്ല, പേടിക്കണ്ട. വിചാരിക്കാം. അപ്പൊ ആൾ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോ നമ്മളത് കണ്ടുന്നുണ്ടെങ്കിൽ ആളെ ഒന്ന് സമാധാനിപ്പിക്കുക. ആളുടെ പുറകിൽ വന്ന് നിന്നിട്ട് കുഴപ്പമില്ല, ഞാൻ എത്തിയിട്ടുണ്ട്, പേടിക്കണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ ആളിനെ ഒന്ന് സമാധാനിപ്പിക്കുക. എന്നിട്ട് ആൾക്ക് ചുമയ്ക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആളോട് പറയണം നന്നായിട്ട് ചുമയ്ക്കാൻ. ഒന്നും പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാം തൊണ്ടയിൽ എന്തെങ്കിലും ഭക്ഷണങ്ങൾ കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുമ്പോൾ ആൾ ഇങ്ങനെ തലയാട്ടും. അപ്പൊ നമ്മള് ആളുടെ പുറകിൽ ഇങ്ങനെ നമ്മൾ വന്ന് നിന്നിട്ട് ആളുടെ ഇടത്തെ കൈ നമ്മൾ ഇങ്ങനെ ചുരുട്ടി പിടിക്കാം. ഞാൻ ഇടത്തെ കൈ ചുരുട്ടി പിടിച്ചിട്ട് നമ്മുടെ ഈ പൊക്കിളിൻ്റെയും ഇതിൻ്റെ ഇടയിൽ ഒരു സ്ഥലമുണ്ട്, ഈ ഡയഫ്രത്തിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ കൈ ചുരുട്ടി വെക്കുന്നു. അപ്പുറത്തെ കൈ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് പിടിക്കുന്നു. ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ അകത്തേക്കും മുകളിലേക്കും ആയിട്ട് നിങ്ങൾ ഇങ്ങനെ പ്രസ് ചെയ്യുക. നന്നായിട്ട് ശക്തിയായിട്ട് ഇംഗ്ലീഷ് ലെറ്റർ ജെയുടെ ആകൃതിയിൽ ജെ ഷേപ്പ് നമ്മളത് നന്നായിട്ട് പ്രസ് ചെയ്ത് മുകളിലേക്ക് ഇങ്ങനെ കയറ്റുകയാണ്. അങ്ങനെ 1 2 3 4 5 ഇങ്ങനെ 5 തവണ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഈ സംഭവം തെറിച്ച് പോകും, നന്നായിട്ട് തെറിച്ച് പോകും. അപ്പൊ ഇങ്ങനെ തെറിച്ച് പോകുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ആളെ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മളൊന്ന് കരുതലോടെ നിൽക്കണം. കാരണം ആള് ചിലപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ കുഴഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ഫ്രണ്ടിലേക്ക് കുഴഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറിനെയും കൊണ്ട് പോകും. പുറകിലേക്ക് വീണാലും രണ്ടുപേരും കൂടെ തലയിടിച്ച് വീണ് രണ്ടുപേർക്കും പരിക്ക് പറ്റും. അപ്പൊ പുറകിൽ നിൽക്കുന്ന ആളൊന്ന് കരുതലോടെ നിൽക്കണം. അതായത് ഒരു കാല് നമ്മൾ ആളുടെ കാലിന്റെ ഇടയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു കാല് പുറകിലേക്ക് വെക്കുക. നമ്മൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരാളിനെ പെട്ടെന്ന് തള്ളിയില്ല അല്ലെ. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആള് നമ്മൾ കരാട്ടയൊക്കെ പിടിക്കുന്നു അല്ലെങ്കിൽ മാർഷൽ ആർട്സിനൊക്കെ ഇങ്ങനെ കളരിക്ക് ചൂട് വെച്ച് നിൽക്കാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. ഒരു കാല് മുന്നോട്ടും ഒരു കാല് പുറകിലോട്ടും വെച്ചിട്ട് നമ്മൾ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റും പുറകിൽ നിൽക്കുന്ന ആള്. അപ്പൊ ഇങ്ങനെ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഇങ്ങനെ നിന്നുകൊണ്ട് ആളെ ചെയ്യുക. അപ്പൊ ആള് ഫ്രണ്ടിലേക്ക് വീണാലും നമ്മുടെ കയ്യിൽ ഇങ്ങനെ താങ്ങി നിർത്താൻ പറ്റും. പുറകിലേക്ക് വീണാലും നമ്മൾ ഇങ്ങനെ മേത്ത് ചാരി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇപ്പൊ ഇതൊരു വേറൊരു കണ്ടീഷനാണെന്ന് വിചാരിക്കുക. അതായത് ഇപ്പൊ നല്ല വണ്ണുള്ള ആളാണ്, കുടവയറുണ്ട്, അല്ലെങ്കിൽ ഒരു പൂർണ്ണ ഗർഭിണിയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഗർഭിണിയാണെങ്കിൽ വയറ് നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റില്ല, ഡേഞ്ചറാണ്, കുഞ്ഞുണ്ടാവും. അപ്പൊ നമുക്ക് വയറിൽ പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ തന്നെ നിന്നുകൊണ്ട് ആളുടെ കഴുത്ത് കഷത്തിന്റെ അടിയിലേക്കൂടെ നമ്മൾ കൈയിട്ടിട്ട് ഈ ബ്രസ്റ്റ് ബോണിന്റെ നടുക്ക്, രണ്ട് ബ്രസ്റ്റിന്റെ നടുക്കായിട്ടൊരു സ്ഥലമുണ്ട്, ഡയഫ്രം
സ്റ്റേർണം എന്നൊക്കെ പറയും. നടുക്ക് നമ്മൾ കൈ ഇതുപോലെ തന്നെ ചുരുട്ടി വെക്കുന്നു, അപ്പുറത്തെ കൈ വെച്ചിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് പിടിച്ച് ജസ്റ്റ് നന്നായിട്ട് 5 തവണ ഇങ്ങനെ പ്രസ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും അത് പോകും. 5 തവണ എന്ന് പറയുന്ന ഒരു കണക്കാണ്. അപ്പോൾ ഒരു ക്ലാപ്പ് കൊടുക്കലാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ ഹെമിലിക് മെനോവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ തൊണ്ടയിൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കുടുങ്ങിക്കഴിഞ്ഞാൽ അത് പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തന്നെയാണെന്ന് വിചാരിക്കും. തന്നെ നമ്മളിപ്പോൾ അമ്മമാരൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ അടുക്കളയിലൊക്കെ എന്തെങ്കിലും പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ഫോണൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ വെന്തോ നോക്കാൻ വേണ്ടി അത് എടുത്ത് ഇടുമ്പോഴായിരിക്കും തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി കഴിഞ്ഞിട്ട് അത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ആരും ഇല്ല നമ്മളെ സഹായിക്കാൻ, നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയമായിട്ട് ഹെമിലിക് മെനോവർ ഇങ്ങനെ ചെയ്യാം. കൈ ഇങ്ങനെ വെച്ചിട്ട് സ്വയമായിട്ട് നന്നായിട്ട് ശക്തിയിട്ട് അമർത്തുക. അപ്പോൾ അത് പോകും. അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കസാരയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർഡായിട്ടുള്ള ഒരു പ്രതലത്തിൽ നമ്മുടെ ഈ പൊക്കിളിൻ്റെ മോൾ ഭാഗം ഈ ഒരു നെഞ്ചിൻ്റെ താഴ്ഭാഗമായിട്ട് ഇങ്ങനെ വെക്കുന്നു. അതുപോലെ സപ്പോർട്ട് ചെയ്ത് പിടിച്ചിട്ട് 5 തവണ ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ആയുക. നന്നായിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ആയുമ്പോൾ അത് ഭക്ഷണം ഇത് ഇവിടെ അമർന്നിട്ട് ഇതിങ്ങനെ പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ആരും ഹെൽപ്പിനില്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഒരു ഇപ്പോൾ ഓടി നടക്കുന്ന ഒരു പിള്ളേർ, കുഞ്ഞു കൊച്ചുങ്ങൾ മുലപ്പാലൊക്കെ തൊണ്ടയിൽ ഒടുങ്ങി മരിച്ച വാർത്തകൾ നമ്മൾ കുറേ കേൾക്കാറുണ്ട് അല്ലേ. കുഞ്ഞുങ്ങൾ റംബൂട്ടാൻ കുരു തൊണ്ടയിൽ കുടുങ്ങി 6 വയസ്സുകാരി മരിച്ചു. അതുപോലെ മുലപ്പാല് തൊണ്ടയിൽ കുടുങ്ങി 4 മാസം പ്രായമുള്ള പെൺകുഞ്ഞ് മരിച്ചു. കുറുക്ക് തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു. അതുപോലെ തന്നെ മുറുക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ, അല്ലെങ്കിൽ പിന്നെ ഈ ബട്ടൺസ്, അതുപോലെ കോയിൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ തൊണ്ടയിൽ കുടുങ്ങിയിട്ട് മരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കാണ് ഇങ്ങനെ തൊണ്ടയിൽ ഭക്ഷണ സാധനങ്ങൾ കുടുങ്ങിയത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അവർക്ക് സംസാരിക്കാൻ കരയാനൊന്നും പറ്റില്ല. തൊണ്ടയിൽ ഭക്ഷണം തുടങ്ങി കഴിഞ്ഞാൽ അവരിങ്ങനെ കയ്യും കാലും ഇങ്ങനെ ഇട്ടടിച്ചുകൊണ്ടിരിക്കും. കണ്ണൊക്കെ പുറത്തേക്ക് വന്ന് ചുണ്ടൊക്കെ നീരാറായി മുഖമൊക്കെ ചുവന്ന് അടിച്ച് ഇങ്ങനെ കയ്യും കാലും ഇങ്ങനെ ഇട്ടടിക്കും. അപ്പൊ അങ്ങനെ ഒരു രോഗലക്ഷണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മനസ്സിലാക്കണം, ആ കുഞ്ഞിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, ആ കുഞ്ഞിന്റെ തൊണ്ടയിൽ എന്തോ ഭക്ഷണ സാധനം കുടുങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ കുഞ്ഞിനെ നമ്മൾ കയ്യിലെടുക്കുന്നു. നമ്മൾ ഇപ്പുറത്തെ കയ്യിലോട്ട് നമ്മൾ കുഞ്ഞിനെ കമത്തി കിടത്തുന്നു ഇപ്പുറത്തെ കയ്യിലോട്ട്. അപ്പൊ നമ്മൾ ഈ താടി സപ്പോർട്ട് ചെയ്ത് പിടിക്കണം. 2 വിരൽ വെച്ച് താടി സപ്പോർട്ട് ചെയ്ത് പിടിക്കുക. ഒരു വിരൽ വെച്ചിട്ട് വായ ഇങ്ങനെ തുറന്നു പിടിക്കുക. അപ്പൊ അങ്ങനെ എന്നിട്ട് ഈ കാല് രണ്ടും നമ്മുടെ കൈയുടെ 2 വശങ്ങളിലേക്ക് കാല് ഇതാക്കി കിടത്തുക. അപ്പൊ ഒരു കുഴപ്പമുണ്ട്. ഈ കൊച്ചിന് ഇപ്പൊ ഒരു 1.5 വയസ്സുള്ള ഒരു കൊച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ടാവും. ഒരു 9-8 കിലോ തൂക്കം ഉണ്ടാവും. നമുക്ക് ഇങ്ങനെ ഒറ്റ കൈ കൊണ്ട് പിടിക്കാൻ പറ്റുമോ കൊച്ചിനെ? അപ്പൊ നമുക്ക് പറ്റില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുക, ചെയറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ഇരിക്കുന്നു. നമ്മുടെ കാൽ മുട്ടിൽ സപ്പോർട്ട് ചെയ്യുന്നു. കാല് സപ്പോർട്ട് ചെയ്തിട്ട് തലഭാഗം താഴത്തേക്ക് വെച്ചിട്ട്, കാണാൻ പറ്റുന്നില്ലെങ്കിൽ എഴുന്നേറ്റ് ഒന്ന് കണ്ടോളൂ കേട്ടോ. തലഭാഗം താഴത്തേക്ക് ഒരു ഡൗൺവേർഡ് ടിൽറ്റ് നമ്മൾ കൊടുക്കണം. അതായത് നമ്മുടെ ഗ്രാവിറ്റിയുടെ അഡ്വാൻറ്റേജ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പുറത്തേക്ക് പോകാൻ സാധ്യത. എന്നിട്ട് കാൽമുട്ടിൽ സപ്പോർട്ട് ചെയ്ത് പിടിച്ച് ഈ 2 കൈപ്പലകളുടെ ഇടയിലേക്ക് നമ്മുടെ ഈ ഉള്ളം കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ സ്ലാപ്പ് ചെയ്യാം. നന്നായിട്ട് തട്ടുക. 1 2 3 4 5 ഇങ്ങനെ 5 തവണ നന്നായിട്ട് ബാക്ക് സ്ലാപ്പ് ചെയ്യാം. അതായത് നമ്മൾ നാടൻ ഭാഷയിൽ തേക്കുക എന്നൊക്കെ പറയില്ലേ, അടിക്കുകയല്ല ചെയ്യണത്, തേപ്പാണ്. അപ്പൊ അങ്ങനെ 5 തവണ പ്രസ് ചെയ്യുമ്പോൾ ഛർദിച്ച് കുറുക്കോ അല്ലെങ്കിൽ എന്തായാലും മുലപ്പാലൊക്കെ തൊണ്ടയിൽ കുടുങ്ങിയിട്ടുള്ളതാണെങ്കിൽ ഛർദിച്ച് ആകെ കൊച്ചിന്റെ ആ ഒരു ലൈൻ ക്ലിയർ ആവും ഛർദിച്ച് പോയി കഴിഞ്ഞാൽ. അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഈ പോപ്കോണില്ലേ, പോപ്കോണൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. പോപ്കോൺ, അതുപോലെ തന്നെ ബട്ടൺ, കോയിൻ, പാനയുടെ ഒക്കെ ചെറിയ ബാറ്റിലുള്ള അടപ്പൊക്കെ കൊച്ചുങ്ങൾ കടിച്ച് അതൊക്കെ വായിൽ തൊണ്ടയിലൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഈ തട്ടിന് പോയിന്ന് വരില്ല. അപ്പൊ നമ്മൾ അപ്പുറത്തെ കൈയിലേക്ക് കൊച്ചിനെ മലർത്തി കെടുത്തിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ പിടിച്ച് തല താഴത്തേക്ക് വെച്ചിട്ട് 2 നിപ്പിളിന്റെ നടുക്ക് നമ്മുടെ നടുവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ചിട്ട് 2 വിരൽ വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്യുന്നു. 2 നിപ്പിളിന്റെ നടുക്ക് ഇതുപോലെ 5 തവണ 1 2 3 4 5 എന്നുള്ള രീതിയിൽ 5 തവണ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഈ കൊച്ചിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും പുറത്ത് വരുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് കളയുക. അപ്പൊ അങ്ങനെ വെപ്രാളത്തിൽ നമ്മളത് ഉള്ളിൽ കാണുന്ന കൈയിട്ടെടുക്കാനൊന്നും ശ്രമിക്കരുത്. ചിലപ്പോൾ ആ ഒരു വെപ്രാളത്തിൽ അതിൻ്റെ ഉള്ളിക്കാൻ ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട്. വന്ന സാധനം കണ്ടാൽ മാത്രം നമ്മൾ പുറത്തേക്ക് എടുത്ത് കളയുക. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെയും തിരിച്ച് കടത്തിയിട്ട് ഇതുപോലെ തന്നെ 5 തവണ നമ്മൾ പുറത്ത് സ്ലാപ്പ് ചെയ്യുന്നു. പിന്നെയും തിരിച്ച് 5 തവണ. ഇതൊരു മിനി CPR ആണ്.
5 തവണ നമ്മൾ പ്രസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ട് വേണം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പം കൊച്ചിപ്പോൾ അതിനിടയ്ക്ക് കുഴഞ്ഞു വീണെന്ന് വിചാരിക്കാം. കൊച്ച് പഴംതുണി പോലെയായി, റെസ്പോൺസ് ഒന്നുമില്ല, കൊച്ചിനൊന്നും ഒരനക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം? നമ്മൾ വിടരുത്. അപ്പോൾ സീൻ മാറി. അപ്പോൾ അവിടെ നമ്മൾ കാലിൻ്റെ അടിയിൽ തട്ടി നോക്കണം, അനക്കണ്ടോ എന്നുള്ളത് നോക്കണം, പൾസ് നോക്കണം, അതുപോലെ തന്നെ ബ്രീത്തിങ് ഇതെല്ലാം നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ CPR ഉടനെ സ്റ്റാർട്ട് ചെയ്യണം. 30 തവണ പ്രസ് ചെയ്യുന്നു, 2 തവണ ശ്വാസം കൊടുക്കുന്നു. 2 പേരുണ്ടെന്നുണ്ടെങ്കിൽ 15 തവണ നമ്മൾ പ്രസ് ചെയ്യുന്നു, 2 തവണ ശ്വാസം കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി കഴിഞ്ഞാലുള്ള കാര്യം. ഇനിയിപ്പോൾ ഒരു ഓടി നടക്കുന്ന പിള്ളേരൊക്കെയാണ്, അതായത് 2-3 വയസ്സുള്ള 5 വയസ്സുള്ളൊക്കെ പിള്ളേരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിങ്ങനെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ആളിനെ ചേർത്ത് പിടിക്കുക. ആ കൊച്ചിനെ ചേർത്ത് പിടിച്ചിട്ട് ഇതുപോലെ തന്നെ കൈ സപ്പോർട്ട് ചെയ്തിട്ട് ഹെമിലിക് മെനോർ ഇതുപോലെ തന്നെ ചെയ്യാം. നന്നായിട്ട് ഉള്ളിലേക്ക് പ്രസ് ചെയ്യുക. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് കൊച്ചുങ്ങളുടെ കാര്യത്തിൽ, ഓടി നടക്കുന്ന കൊച്ചുങ്ങളൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഒരു തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എങ്ങനെയാ അത് കണ്ടിട്ടുള്ളത്? എന്തൊക്കെയാ സംഭവിക്കുക? വിറയ്ക്കും, വായന്ന് നോര വരും, ഇതൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ശരി. അപ്പൊ അപസ്മാരം എങ്ങനെ തിരിച്ചറിയാന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? താക്കോൽ, വളരെ പ്രാചീനം, അതാദ്യമായിട്ടോ ഞാൻ ശരി. അതൊന്നും വേണ്ട. എന്തായാലും നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരാളിങ്ങനെ കിടന്ന് വിറയ്ക്കുന്നതായിട്ടല്ലേ നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് നേരത്തേക്കാണ് ആ വിറയൽ ഉണ്ടാവുള്ളൂ. അത് തീരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ആളെ പിടിച്ച് ചുരുട്ടി വെക്കാനോ ആ വിറക്കൽ നിർത്താനോ ഒന്നും ഒരിക്കലും ശ്രമിക്കരുത്. കയ്യും കാലും പിടിച്ചു വെക്കാനൊന്നും ശ്രമിക്കരുത്. അങ്ങനെ തന്നെ ചെയ്യട്ടെ വിചാരിച്ചിട്ട് അത് തീരണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്, നേരത്തെ ഇവിടെ ഒരാളെ നമ്മൾ ചെരിച്ചു കിടത്തിയില്ലേ, ഇദ്ദേഹത്തെ നമ്മൾ ചെരിച്ചു കിടത്തിയില്ലായിരുന്നോ? അതെന്താ നമ്മൾ അപ്പം പറഞ്ഞ വായിൽ തുപ്പലൊക്കെ ഉണ്ടെങ്കിൽ ഒഴുകി പോകും എന്ന് പറഞ്ഞില്ലേ സ്ട്രോക്കില്? അതേപോലെ തന്നെയാണ് വായിൽ ഇതിലും ഒരേ പതയൊക്കെ വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സെയിം പൊസിഷനിൽ ഇടതുഭാഗത്തേക്ക് റിക്കവറി പൊസിഷനിൽ ചെരിച്ച് കംഫർട്ടബിൾ ആയിട്ട് കിടത്തിയിട്ട് ഈ ഒരേ പതയൊക്കെ പോവാൻ അനുവദിക്കുക. പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുക. അപ്പൊ ഇതാണ് നമ്മൾ അപസ്മാരം വരുമ്പോൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഒരിക്കലും അവരുടെ മൂവ്മെന്റ്സ് റെസ്ട്രിക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. പകരം നമ്മൾ അത് തീരുന്നവരെ നമ്മൾ കാത്തു നിൽക്കുക. തീരുമ്പോൾ നമ്മൾ ഇടതുഭാഗത്തേക്ക് ചെരിച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ കിടത്തുക. പിന്നെ ചിലർ ചെയ്യുന്ന കാണാം, വായിക്കാത്ത തുണിയൊക്കെ കുത്തി കയറ്റണ കാണാം. അതും വേണ്ട. അത് ചിലപ്പോൾ അതിലും വലിയ അപകടങ്ങളായിരിക്കും ഉണ്ടാക്കുക. ചിലപ്പോൾ ഇവര് നാക്കൊക്കെ കടിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട്, ലേബർ റൂമിൽ ഒരു പേഷ്യന്റ് പ്രസവത്തിന്റെ സമയത്ത് പേടിയായിട്ട് അവർക്ക് അപസ്മാരം വന്നു. എന്നിട്ട് അവർ നാക്ക് കടിച്ച്, ഞാൻ കാണുന്ന നാക്ക് ഇങ്ങനെ ചോര ഇങ്ങനെ നാക്കിന്ന് ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാ കണ്ടത്. പക്ഷെ അപ്പോഴും ഡോക്ടർമാരാരും അത് നിർത്താൻ വേണ്ടിയിട്ട് നാക്ക് പിടിച്ച് മാറ്റലും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ എന്ന് വിചാരിക്കേണ്ട വേണം. കാരണം തുണിയൊക്കെ കുത്തി തിരുകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അതിലും വലിയ അബദ്ധമാവുകയേ ചെയ്യുള്ളൂ. പിന്നെ ചിലപ്പോൾ അത് കഴിയുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു ചെറിയ മയക്കം പോലെയൊക്കെ കണ്ടുവന്ന് വരും. അത് സാരില്ല, അവർ കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് തന്നെ അങ്ങ് റിക്കവറായി വന്നോളും. അപ്പം ഇതാണ് അപസ്മാരം വരുമ്പോൾ ചെയ്യുക. ഇനി ഈ നമ്മുടെ മാനിക്കിൻ്റെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ചിലപ്പോൾ അപസ്മാരം വരാം. ഫെബ്രൈൽ സീഷേഴ്സ് എന്ന് പറയും. പനി വരുന്ന സമയത്ത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക്, ഒരു 5 വയസ്സ് പ്രായം വരെയുള്ള കുട്ടികൾക്ക് വരുന്ന ഒരു പ്രത്യേകതരം അപസ്മാരം ഉണ്ട്. അത് പല കുട്ടികൾക്കും 5 വയസ്സിന് ശേഷം അത് തന്നെത്താനെ അങ്ങ് ഇല്ലാതായിക്കോളും. അപ്പൊ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നത് എന്താ വെച്ചാൽ, ഒരു ചെറു ചൂടുവെള്ളം ഒരു തുണി മുക്കിയിട്ട് കൊച്ചിനെ നന്നായിട്ട് തുടപ്പിക്കുക. അതാണ് നമ്മൾ അപ്പം ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ തന്നെ പനി വരുമ്പോൾ തന്നെ ഇപ്പോൾ പാരസെറ്റമോളിന്റെ ഡോസ് ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ ആ പനി അങ്ങ് വല്ലാതെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കുക, ആശുപത്രിയിൽ എത്തിക്കുക. ഈ ചെറു ചൂടുവെള്ളം കുറിച്ച് സ്പഞ്ച് ചെയ്യാൻ നമ്മൾ പറയും. മെല്ലെ മെല്ലെ ശരീരം മുഴുവൻ തുടച്ചു കൊടുക്കലാണ് അങ്ങനെ പനി വരുമ്പോൾ ചെയ്യേണ്ടത്. പിന്നെ ചിലപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ 1-2 പ്രാവശ്യം ഇങ്ങനെ വന്ന കുട്ടികൾക്ക് ചെറിയ മരുന്നൊക്കെ, അപസ്മാരം വരാതിരിക്കാനുള്ള മരുന്ന് ചിലപ്പോൾ ഡോക്ടർമാർ കയ്യിൽ കരുതാൻ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അവർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ മരുന്നുകൾ കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ശരി. അപ്പൊ അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് പട്ടികടിയാണ്. ഇവിടെ പട്ടികളൊക്കെ ഉണ്ടാവാറുണ്ടോ? അത് ശരി. അപ്പോ പട്ടികടിയുടെ ഒരു പ്രശ്നം എന്താണ്? ഏറ്റവും വലിയ പേടിക്കേണ്ട കാര്യം എന്താണ്? വരുന്നത്. കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ള ആൾക്കാരെ? സിനിമയിൽ കണ്ടിട്ടുണ്ടോ? അപ്പൊ അതൊരു പ്രശ്നമാണെന്ന് അറിയാലോ. ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥയാണെന്ന് അറിയാം.
അപ്പൊ ഇത് ഒഴിവാക്കാൻ നമ്മളൊക്കെ എന്താ ചെയ്യാൻ പറ്റുക? പട്ടി കടിക്കരുതെന്ന് പട്ടിയോട് പറയാൻ പറ്റില്ല, അത് നമ്മളെ കടിക്കുന്നെങ്കിൽ കടിക്കും. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? ഓടണം, സോപ്പിട്ട് കഴുകണം. എക്സാക്ട്ലി. പട്ടി കടിച്ച ഒരു ഭാഗം നമ്മൾ വൃത്തിയായിട്ട് എത്ര നേരം കഴുകണം? 15 മുതൽ 20 മിനിറ്റ് വരെ റണ്ണിങ് വാട്ടർ എന്നാ പറയാം. അതായത് ഇപ്പൊ ടാപ്പൊക്കെ തുറന്നിട്ട് കഴിഞ്ഞ് ഇങ്ങനെ ഒഴുകണ വെള്ളം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒഴുകണ വെള്ളത്തിൽ ആ ഒരു കയ്യോ കാലോ എന്താ വെച്ചാൽ ആ ഭാഗം കാണിച്ച് നന്നായിട്ട് സോപ്പിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വൃത്തിയായിട്ട് ആ ഭാഗം കഴുകുക. ഈ പട്ടി കടി തന്നെ പല ലെവലുണ്ട്. അതായത് പട്ടിയുടെ വെറുതെ നക്കലുണ്ട്, അല്ലെങ്കിൽ കടിച്ച് പൊളിക്കണതുണ്ട്, ചെറിയ മാന്തലുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ കാറ്റഗറീസ് ആണ്. ഇതിൽ ഏത് കാറ്റഗറി ആണെങ്കിലും ചിലതിൽ കഴുകണ്ടെന്നൊക്കെ ഒരു പുസ്തകത്തിൽ പറയണ്ടാവും. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ നക്കിയതാണെങ്കിൽ പോലും കഴുകിയേക്കുക. ഇനി നമ്മളൊരു പ്രശ്നം വരുത്തണ്ട, വൃത്തിയായിട്ട് 15 മിനിറ്റ് സോപ്പ് ഉപയോഗിച്ച് ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക. ചില ആൾക്കാരുണ്ട്, എന്നെ ഒരാഴ്ച മുമ്പ് പട്ടി കടിച്ചിരുന്നു, ഇപ്പൊ മരുന്ന് കഴിച്ചാൽ ഗുണമുണ്ടോ ഡോക്ടറെ ചോദിച്ചിട്ട് വരണവരുണ്ട്. അതിന് നിൽക്കരുത്. ഈ പഴയ പോലെ പൊക്കിളിന് ചുറ്റും കുത്തിവെക്കുന്നതെന്ന് വിചാരിച്ച് പേടിക്കണ്ട. ആ മരുന്നൊക്കെ മാറ്റി, ഇപ്പൊ വേറെ തരത്തിലുള്ള മരുന്ന്, അതുകൊണ്ട് അതൊന്നും പേടിക്കണ്ട. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ വരിക. ആശുപത്രി വന്നു കഴിയുമ്പോൾ അവർ നമ്മുടെ കടിയുടെ ഗ്രാവിറ്റി എത്രയാണോ അതനുസരിച്ചിട്ട് പേപ്പറിൽ കുറിച്ച് തരും. ഇനി അടുത്തത് ഏത് ദിവസം വരണം എന്നൊക്കെയുള്ള ഡേറ്റ് ഒക്കെ എഴുതി തരും. അങ്ങനെ വരണം, 2ാമതും 3ാമതും ഡോസ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് പാലിക്കുക. അത് കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ പേ ഒന്നും വരാതെ നമുക്ക് പരമാവധി രക്ഷപ്പെടാൻ സാധിക്കും. ഇനി എൻ്റെ ആശാൻ കൃഷ്ണകുമാരാശാനാണ് കേട്ടോ. ഇപ്പൊ കൃഷ്ണകുമാരാശാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ കാര്യം, പാമ്പൊക്കെ കുത്തി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അവർക്ക് അവിടെ ഭയങ്കര പാമ്പിന്റെ ശരിയാന്ന് പറഞ്ഞു. ശരിയാണോ? ആ, അപ്പൊ അടുത്തത് നമുക്ക് പാമ്പിന്റെ കാര്യം പറയാം. ഇവിടെ എന്തൊക്കെ തരം പാമ്പുകളെ കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഇതൊക്കെ കണ്ടിട്ടുണ്ട്, ആണലിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരി, ഈ ഞാൻ കാഷ്വാലിറ്റിയിൽ ഒരു പ്രാവശ്യം ഡ്യൂട്ടി എടുക്കുന്ന ദിവസം ഇതേപോലെ പാമ്പ് കടിച്ച ഒരാൾ വന്നു. അപ്പൊ അവർ വന്ന് അവരുടെ കയ്യിൽ ഒരു കവറൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ചെന്ന് എങ്ങനെയുണ്ട്, ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഈ കവർ പതുക്കെ എടുത്ത് എന്റെ മുന്നിലേക്ക് ഇങ്ങനെ കാണിക്കാം. ഇതെന്താ സാധനം? അത് ഞങ്ങൾ പാമ്പിനെ കൊണ്ടുവന്നതാ. അതാണ്, നിങ്ങൾ ആരും പാമ്പിനെ ഒന്നും തപ്പി കണ്ടുപിടിച്ച് കവറിലിട്ട് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ന്യൂറോടോക്സിക്, ഹീമോടോക്സിക് എന്നൊക്കെ ഗംഭീരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഏത് പാമ്പാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ചികിത്സ ഒന്ന് തന്നെയാണ്. അത് കാരണം പാമ്പിനെ തപ്പി കണ്ടുപിടിച്ച് ഏതാണെന്ന് അറിഞ്ഞ് അത് വന്ന് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. പാമ്പ് കൊത്തി അല്ലെങ്കിൽ പാമ്പിന്റെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞാൽ മാത്രം മതി, നമ്മൾ തരുന്ന ചികിത്സ സെയിം ആയിരിക്കും. അപ്പൊ പാമ്പിന്റെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുക. പിന്നെ നമ്മൾ ആശുപത്രിയിൽ എത്തിയതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ചിലപ്പോൾ അമിതമായിട്ട് ഉറക്കം വരിക, കണ്ണ് തുറക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ തൂങ്ങി പോകുന്ന അവസ്ഥയോ, അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ നിന്ന് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ ചിലപ്പോൾ ഉണ്ടാവാം. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തിന് ചെറിയ തളർച്ച പോലെയൊക്കെ ഫീൽ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് സ്വയം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് കാഷ്വാലിറ്റിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഡോക്ടർമാരുടെ അടുത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു ഉറക്കം വരുന്ന പോലെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് വിളിച്ച് പറയാം, ഇങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നൊന്ന് പറയാം. പാമ്പിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു പാമ്പ് കുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യം എന്താണ്, അല്ലെങ്കിൽ സിനിമയിലൊക്കെ കാണുന്നൊരു കാര്യം എന്താണ്? കെട്ടിവെക്കണോ? വേണ്ട. കെട്ടിവെച്ച എന്താ കുഴപ്പമെന്നറിയോ? ഒരു സ്ഥലത്ത് ഉണ്ടായത് പാമ്പിന്റെ വിഷം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ കെട്ടിവെക്കുക എന്ന് പറയുന്ന സമ്പ്രദായം. വിഷം തീരെ കയറണമെന്ന് വെച്ചാൽ കെട്ടങ്ങോട്ട് മുറുക്കി അവസാനം വിഷവും കയറിയില്ല, രക്തോട്ടം ഉണ്ടായില്ല, കാലും മുറിച്ച് കളയേണ്ട വന്നു. വെറുതെ ഒരു പാമ്പ് കുത്തലുണ്ടായല്ലോ, പക്ഷെ ആളുടെ കാല് മുറിക്കേണ്ട വന്നു. അതുകൊണ്ട് നമ്മളിപ്പോ കെട്ടിവെക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഒട്ടും തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതിന് പകരം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പ്ലിന്റ് ചെയ്യാന്ന് പറയും. കണ്ടിട്ടുണ്ടോ? നമ്മൾ ചെറിയൊരു ഒടിവൊക്കെ വരുമ്പോൾ ചില ആൾക്കാരൊരു വടിയൊക്കെ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് കെട്ടിവെക്കില്ല, അതാണ് സ്പ്ലിന്റ് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു ചെറിയ സ്കെയിലോ അല്ലെങ്കിൽ ഒരു മരക്കഷ്ണം വെച്ചിട്ട് ഇപ്പൊ കയ്യിലാണ് കൊത്തിയെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ രണ്ട് ഭാഗത്ത് വളരെ ലൈറ്റ് ആയിട്ട് കെട്ടിവെക്കുക. എന്തിനാ അങ്ങനെ ചെയ്യണത്? ആ ഭാഗം അനക്കാതിരിക്കുക. അതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. അതായത് ഇപ്പൊ കാലിലാണ് പാമ്പ് കുത്തിയെന്നുണ്ടെങ്കിൽ ആളെ നമ്മൾ നടത്തി കാറിലൊക്കെ കയറ്റിയിരുത്തി കൊണ്ടുവന്ന് നടത്തി കാഷ്വാലിറ്റിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു നേരം കൊണ്ട് ഇത് കയറണതൊക്കെ കയറി മുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എവിടെയാണോ പാമ്പ് കുത്തിയത് ആ ഭാഗം ഒരിക്കലും അനക്കാൻ പാടില്ല, പരമാവധി അനക്കാതെ എത്തിക്കണം. അപ്പൊ അങ്ങനെ അനക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ചെറിയ വിദ്യകളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചെറിയൊരു സ്പ്ലിന്റ് ഒക്കെ ചെയ്തിട്ട് ആളെ അങ്ങോട്ട് എത്തിക്കാം. പിന്നെ ഈ ചില പ്രാചീനമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, മുറിച്ചിട്ട് വിഷം പുറത്തേക്ക് ആക്കല്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത്രയും മാത്രം ചെയ്താൽ മതി. കെട്ടാതിരിക്കുക, വേണമെങ്കിൽ ഒന്ന് സ്പ്ലിന്റ് ചെയ്ത് ആ ഭാഗം അനക്കാതെ. ഇപ്പൊ കാലിലാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ എടുത്ത് കാറിലേക്ക് കയറ്റണം, അല്ലെങ്കിൽ എടുത്ത് കാഷ്വാലിറ്റിയിൽ
ആ സ്ട്രക്ചറിൽ കിടത്തുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം. അങ്ങനെ അനക്കാതെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പാമ്പിനെ തപ്പേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് പാമ്പിനെ കാണണ്ട. അപ്പൊ അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് തീപ്പൊള്ളൽ. വേണ്ട, ആ ഭാഗം അനക്കാതിരിക്കുക, പരമാവധി അനക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇരുത്തി കൊണ്ടുപോകാന്നുള്ളതാണ്. കിടത്തത്ത് ഇരുത്തി കൊണ്ടുപോകും. കാല് പൊക്കി വെക്കാതിരിക്കുകയും ചെയ്യുക. കാരണം കാല് പൊക്കി വെച്ചാൽ വീണ്ടും ഈ വിഷം നമ്മുടെ മുകളിലേക്ക് കയറാണ്. അതായത് നമ്മളിപ്പോ തലകറക്കത്തിന് കാല് പൊക്കി വെക്കുക ചെയ്ത് അതും രക്തം കൂടുതൽ തലയുടെ ഭാഗത്തേക്ക് വരാൻ, അത് തന്നെ ഇവിടെ സംഭവിക്കും. രക്തം കൂടുതൽ അങ്ങനെ വരുമ്പോൾ അതും വിഷത്തിന്റെ കാര്യത്തിലാവുമ്പോൾ അപകടമാണ്. അപ്പൊ അടുത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ തീപ്പൊള്ളലാണ്. തീപ്പൊള്ളൽ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? തീന്റെ ശത്രു ആരാ? വെള്ളം ഒഴിക്കുക. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ചെയ്യേണ്ടത്. ഒരു ചെറിയ ഭാഗം, കൈയിന്റെ ഭാഗം, കാലിന്റെ ഭാഗം പൊള്ളിന്നാണെങ്കിൽ നല്ല രീതിയിൽ അതിന്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പേസ്റ്റ് തേക്കോ? വേണ്ട. വേറെ എന്തെങ്കിലും അരച്ച് തേക്കലുണ്ടോ? ഉജാല തേനോ? ഒന്നും വേണ്ട, ഒന്നും തേക്കണ്ട. വെള്ളം ഒഴിച്ചാൽ മാത്രം മതി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആ ഭാഗമൊക്കെ സ്കിന്നൊക്കെ പൊളിഞ്ഞിരിക്കുന്ന ഭാഗമായിരിക്കും. ഒരു ഇൻഫെക്ഷൻ കയറാൻ അങ്ങനെ എന്തെങ്കിലും പുറത്തുനിന്നുള്ളൊരു വസ്തു തേച്ച് കഴിഞ്ഞാൽ ധാരാളമായിരിക്കും ഒരു ഇൻഫെക്ഷൻ വരാൻ. അതുകൊണ്ട് ഒന്നും അതിന്റെ പുറത്ത് തേച്ച് വെക്കണ്ട. നമ്മൾ നല്ലോണം വെള്ളം ഒഴിക്കുക. ഇനിയിപ്പോൾ ഒരാൾ നിന്ന് കത്തുക വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ കല്യാണരാമനിലൊക്കെ കണ്ടിട്ടില്ലേ ജ്യോതിർമയിൽ നിന്ന് കത്തുന്നത്? ഒരു ചാക്കുകൊണ്ട് അടിക്കല്ല ചെയ്യേണ്ട. ശരിക്കും ചാക്കോ അല്ലെങ്കിൽ ഒരു ബ്ലാങ്കറ്റ് പോലത്തെ കട്ടിയുള്ള തുണി നനച്ചിട്ട്, മറ്റേ തെയ്യത്തിന്റെ ഒക്കെ സമയത്ത് കാണാറില്ല അവര് നനഞ്ഞ തുണി മേത്ത് പുതയ്ക്കുന്നത്, അതേപോലെ ദേഹം മുഴുവൻ അങ്ങ് പുതച്ച് അവരെ പുതപ്പിക്കുക. അല്ലെങ്കിൽ ഉരുട്ടുക നിലത്ത്. ആ തീ കെടാൻ വേണ്ടിയിട്ട് നമുക്ക് ആളെ നിലത്ത് ഉരുട്ടാം. ഈ രണ്ട് കാര്യങ്ങളാണ് നിന്ന് കത്തുന്ന ഒരാൾക്ക് ചെയ്യാനുള്ളത്. അപ്പം തീപ്പൊള്ളലിൽ ഓർക്കേണ്ട കാര്യം, വെള്ളം ഒഴിക്കുക, മറ്റ് വസ്തുക്കൾ ഒന്നും തന്നെ അതിന്റെ പുറത്ത് തേക്കാതിരിക്കുക. നിന്ന് കത്തുകയാണെങ്കിൽ ഉരുട്ടുകയോ നനഞ്ഞ തുണിയെടുത്ത് ചുറ്റും പുതയ്ക്കുകയോ ചെയ്യുക. ഇനി അടുത്തത് ആക്സിഡന്റ് ആണ്. ഓടിക്കുന്നവരല്ലേ? അതെ. അപ്പൊ അതിന്റെ ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ നട്ടലിന്റെ ഭാഗത്ത് പരിക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മളൊരു ആക്സിഡന്റ് ഉണ്ടായി, ഒരു സ്ഥലത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായി, നമ്മൾ ചെന്ന് കണ്ടു, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന് കണ്ടു, വേഗം അയാളെ ചുരുട്ടിക്കൂട്ടി ഒരു ഓട്ടോറിക്ഷയിൽ തള്ളിക്കയറ്റി അങ്ങോട്ട് ആശുപത്രിയിലേക്ക് വിടുക. അപ്പൊ എന്താ സംഭവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് ചെറിയ പരിക്ക് അങ്ങനെ നട്ടലിൽ ഉണ്ടായിണ്ടാവും. നമ്മൾ ഈ ചുരുട്ടി കൂട്ടിയെടുത്ത് ഓട്ടോറിക്ഷയിൽ കയറ്റുന്നതിന്റെ കൂട്ടത്തിൽ ആ പരിക്ക് നമ്മൾ ഒന്നും കൂടെ വികൃതമാക്കിയിട്ട് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ആളെ തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ കഴുത്തിന്റെയും നട്ടലിന്റെയും തലയുടെയും ഭാഗമാണ് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അത് ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആംബുലൻസോ അല്ലെങ്കിൽ നീളം കൂടിയ സീറ്റുള്ള കാറോ വന്നതിന് ശേഷം മാത്രം അങ്ങനെ ഒരു വ്യക്തിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം. പക്ഷെ എങ്ങനെയാണെങ്കിലും ഒരു ആക്സിഡന്റ് വന്ന ഒരാൾ ബോധമില്ലാതെ വീണ് കിടക്കുകയാണെങ്കിൽ പ്രാഥമികമായി നമ്മൾ തട്ടിപിടിക്കലും പൾസ് ഉണ്ടോ, ശ്വസിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതെല്ലാം ചെയ്യണം. അതൊന്നും ഇല്ലാന്നാണെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് മാറി CPR പോയി എത്രയും പെട്ടെന്ന് ആംബുലൻസിൽ കൊണ്ടുപോകണം. അല്ല, ആൾക്ക് ചെറിയ രീതിയിലുള്ള ബോധം ഉണ്ട് എന്നാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വൃത്തിയായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉള്ള ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഉചിതം. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല കഴുത്തിനോ നട്ടലിനോ എന്തെങ്കിലും ചെറിയ പരിക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയണ്ടാവില്ല. കിടക്കുന്ന ആൾക്ക് ചിലപ്പോൾ പറയാനും പറ്റിയെന്ന് വരില്ല. നമ്മൾ ആളെ ചെരിച്ചും വളച്ചും ഒക്കെ കൊണ്ടുപോകുമ്പോൾ പരിക്കുകൾ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇങ്ങനെ ഒരാളെ ഇപ്പോൾ ഒരു ആക്സിഡന്റ് വന്നു, ഒരു ബൈക്ക് ഓടിക്കുന്ന ഒരാളാണ്. ശരിക്കും വീഡിയോ ഉണ്ട്, ഞാൻ സമയക്കുറവ് കാരണം ഞാൻ അതിലുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു ബൈക്ക് ഓടിച്ച ഒരാൾ ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് വീണു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സീൻ സേഫ് ആണെന്ന് ഉറപ്പുവരുത്തുക. വണ്ടികളൊക്കെ നിർത്തിക്കുക. എത്രയും പെട്ടെന്ന് ആളെ അവിടെ തന്നെ കിടത്തിയിട്ട് ഹെൽമെറ്റ് ഉണ്ടാവും തലയിൽ. ആ ഹെൽമെറ്റ് മെല്ലെ ഊരണം. എങ്ങനെയാണ് ഹെൽമെറ്റ് ഊരുക? പലരും ബക്കിൾ അഴിക്കാൻ പലരും ശ്രദ്ധിക്കില്ല, പിടിച്ചങ്ങോട്ട് വലിക്കും. അപ്പൊ അത് കഴുത്തിന് വീണ്ടും നമ്മളൊരു ക്ഷത ഏൽപ്പിക്കണ പോലെ ആയിരിക്കും. അപ്പൊ അത് ബക്കിൾ മാറ്റിയിട്ട് പതുക്കെ അകത്തേക്ക് ഹെൽമെറ്റിന്റെ അകത്ത് കൈയിടുക. ഹെൽമെറ്റ് എല്ലാം ഒന്ന് വികസിപ്പിച്ചിട്ട് തല, കഴുത്തിന്റെ ഭാഗം മറ്റൊരാളോട് സപ്പോർട്ട് ചെയ്ത് പിടിക്കാൻ പറയാം. കഴുത്തിനോ തലയ്ക്കോ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പതുക്കെ ആ ഹെൽമെറ്റ് വലിച്ച് എടുക്കുക. ഇനി ആരെങ്കിലും ഒരു രണ്ടല്ല ഒരു 3-4 പേര് വന്നാൽ നല്ലതായിരിക്കും. ആൺകുട്ടികളാണ് നിലത്ത് കിടക്കുമ്പോൾ നമുക്ക് എങ്ങനെ കഴുത്തും തലയും നട്ടലും സപ്പോർട്ട് ചെയ്തിട്ട് ആളെ, ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ സ്ട്രക്ചറൊക്കെ വന്നാലാണ് ആളെ എടുത്തുകൊണ്ട് പോകുക. അപ്പൊ അങ്ങനത്തെ ഒരു സ്ട്രക്ചർ പോലത്തെ ഒരു സാധനത്തിലേക്ക് എങ്ങനെ നമുക്ക് പരിക്കില്ലാതെ ആളെ മാറ്റാം എന്നാണ് കാണിച്ചു തരുന്നത്. അപ്പൊ ഇങ്ങനെ ആള് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാള് ഇതിൽ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാള് തലയുടെ ഭാഗത്ത് വന്ന് നിൽക്കുക. തലയുടെ ഭാഗത്ത് നിന്നിട്ട് ഇത് കണ്ടോ, ഷോൾഡറിൽ ഇങ്ങനെ കൈ വെച്ചിട്ട്
തല കൈയിന്റെ 2 കൈയിന്റെ ഇടയിൽ വരും നമ്മുടെ. അപ്പൊ തലയും കഴുത്തും രണ്ടും കൂടെ ഒന്നിച്ച് സപ്പോർട്ട് ചെയ്ത് പിടിച്ചു. മറ്റേ 2 പേര് ഒരാൾ ഈ കൈ ഇവിടെ വെക്കുക, ഒരാൾ ആ കൈ ഈ കൈ ഈ മുട്ടിന്റെ ഇവിടെ വെക്കുക, ഇവിടെ വെക്കുക, ഇവിടെ വെക്കുക. ഓക്കെ, ഈ സൈഡിൽ ഇങ്ങനെ വെക്കുന്നു. മറ്റേ ആളുടെ കൈ ഇതുപോലെ ക്രോസ് ചെയ്ത് പിടിക്കുക. ഇവിടെ ഹിപ്പിന്റെ അവിടെ വെക്കുന്നു, ആ കാൽമുട്ടിന്റെ അവിടെ വെക്കുക. ഇപ്പൊ ഇതുപോലെ ക്രോസ് വന്നതുണ്ടോ? ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മുടെ നട്ടലിന്റെ അത്രയും ഭാഗം ഇവർ പിടിച്ച് സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ചെരിക്കും, അതായത് ഇവർ നിൽക്കുന്ന ഭാഗത്തേക്ക് ചെരിക്കും. എന്നിട്ട് നമ്മുടെ ആ സ്ട്രക്ചറോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് പോലത്തെ ഒരു പ്ലൈവുഡിന്റെ ഒക്കെ കഷ്ണം, വലിയ കഷ്ണം പോലത്തെ ഒരു സാധനം ആംബുലൻസിൽ അവൈലബിൾ ആയിരിക്കും. അത് നമ്മൾ ഇയാളെ ചെരിച്ചിട്ട് അടിയിലോട്ട് കയറ്റി വെച്ചിട്ട് ഇയാളെ തിരിച്ച് ചെരിച്ച് അതിന്റെ മുകളിലേക്ക് കിടത്തും. അപ്പൊ നട്ടലും കഴുത്തും തലയും ചുളിയാതെയും വളയാതെയും നമുക്ക് ആളെ അതിലേക്ക് കിടത്താൻ പറ്റും. അപ്പൊ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുന്ന ആളായിരിക്കും ഏറ്റവും നന്നായിട്ട് അറിയുന്ന വ്യക്തി. അപ്പൊ ആള് 1 2 3 എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നിച്ച് നിങ്ങളുടെ അടുത്തേക്ക് ചെരിക്കണം. പറഞ്ഞോളൂ. 1 2 3 ചെരിച്ചു. ഇവിടെ നമ്മള് സാധനം വെച്ചു, പിന്നെ 1 2 3 ഓക്കെ, തിരിച്ച് മെല്ലെ കിടത്തി. അപ്പൊ കഴുത്തും തലയും നട്ടലും ഒക്കെ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് നമ്മൾ ആളെ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ ബാക്കി കാര്യങ്ങൾ ആംബുലൻസിൽ വന്നവർ നോക്കിക്കോളും. അപ്പൊ ഇത് എന്തിനാ പറഞ്ഞു തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറഞ്ഞു തരുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ ആംബുലൻസ് വരും, ആംബുലൻസിനകത്ത് 1 2 പേരുണ്ടാവും. പക്ഷെ ആ 1 2 പേര് പോരാ ഇത് ചെയ്യാൻ, നമുക്ക് മിനിമം 3 ആളെങ്കിലും വേണം. അപ്പൊ അവിടെ നിൽക്കുന്ന നാട്ടുകാരുടെ കൂട്ടത്തിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മടി കൂടാതെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് വോളണ്ടിയർ ചെയ്ത് വന്ന് അതിനെ സഹായിച്ചു കൊടുക്കണം. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ആക്സിഡന്റിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരു ആക്സിഡന്റിലോ അല്ലെങ്കിൽ അല്ലാത്ത ഏത് സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഒടിവ്. ഒടിവ് വന്നു എന്ന് എങ്ങനെയാ നമുക്ക് തിരിച്ചറിയാം? നല്ല വേദന ഉണ്ടാവും, നീര് വെക്കും, വീർത്തു വരും ആ ഒടിഞ്ഞ ഭാഗം. അപ്പൊ നമ്മൾ ഈ നേരത്തെ കാണിച്ചില്ലേ, സ്പ്ലിന്റ് ചെയ്യാൻ കാണിച്ചു തന്നില്ലേ, സ്കെയിൽ വെച്ചിട്ട് 2 അറ്റത്ത് കെട്ടാന്ന് പറഞ്ഞ പോലെ അങ്ങനെ കെട്ടി ആ ഭാഗം അനക്കാതെ ആശുപത്രിയിലേക്ക് എത്തിക്കുക.